بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب أفمن حق عليه كلمة العذاب أفأنت تنقذ من في النار لكن الذين اتقوا ربهم لهم غرف من فوقها غرف مبنية تجري من تحتها الأنهار وعد الله لا يخلف الله الميعاد على آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് അർഹരായി തീരുന്ന ഒരു സമയത്തിനും സന്ദർഭത്തിനും സാക്ഷികളാകുവാൻ അവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സൽപ്രവർത്തനങ്ങളെയും അള്ളാഹു നമ്മിൽ നിന്നും പൂർണ്ണമായ പ്രതിഫലത്തോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ സർവ്വകാര്യങ്ങളെയും പര്യവസാനം അള്ളാഹു നമുക്ക് ഗുണകരമാക്കി തരുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ആലോചനയാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന വാചകങ്ങളിലൂടെ, ആശയങ്ങളിലൂടെ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ഏതാനും ചില വചനങ്ങളുടെ ആശയങ്ങളിലൂടെ കടന്നു പോകാനാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, സത്യത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊന്നിൻ്റെയും വേഗത ഒരു പരിധിവരെ നിർണയിക്കുക നമുക്ക് സാധ്യമാണ്. എന്നാൽ അതിവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ വേഗത യഥാർത്ഥത്തിൽ നമുക്ക് നിർണയിക്കുവാൻ സാധിക്കുന്നില്ല. വളരെ വേഗതയിൽ ജീവിതം സഞ്ചരിക്കുമ്പോഴും അത് നീങ്ങുന്നില്ല, സഞ്ചരിക്കുന്നില്ല, കടന്നു പോകുന്നില്ല എന്ന് സമാധാനിക്കാനാണ് പലപ്പോഴും നമുക്കെല്ലാവർക്കും ഇഷ്ടം. എത്ര വയസ്സായി എന്ന് ചോദിക്കുമ്പോൾ
നമ്മുടെ വയസ്സും നമ്മുടെ ജീവിതത്തിൻ്റെ ആകാരവും പരസ്പരം പൊരുത്തപ്പെടുന്നില്ല എന്ന് നമുക്ക് തോന്നും. എനിക്ക് 40 വയസ്സോ എന്ന് നാം നമ്മോട് ചോദിക്കുമ്പോൾ നമുക്കത് ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്തതാണ്. കടന്നു വന്ന വഴികളോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വേഗതകളോ യഥാർത്ഥത്തിൽ നമുക്കറിയാൻ ഇഷ്ടമില്ല എന്നുള്ളതാണ്. എന്നാൽ സഹോദരങ്ങളെ, എത്രയെത്ര പെട്ടെന്നാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ചാൽ നമുക്കറിയാൻ പറ്റും. ജനിച്ചു വീണ ഒരു കുട്ടിയുടെ മുഖവും ഒരു 10 വയസ്സിന് ശേഷമുള്ള അവൻ്റെ മുഖവും ഒരു 40 കൊല്ലത്തിന് ശേഷമുള്ള മുഖവും തമ്മിൽ എത്ര വലിയ അന്തരങ്ങളുണ്ട്. തിരിച്ചറിയാൻ പറ്റാത്ത വിധം തലയും താടിരോമങ്ങളും നരച്ച് മുഖം ചുളിഞ്ഞ് എത്ര വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ആ യാത്രയുടെ വേഗതയും പരിണാമങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ശൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖ ഫഖദ്ദറ സുമ്മ സബീല യസ്സറ സുമ്മ അമാതഹു ഫഅഖ്ബറ സുമ്മ ഇദാ ശാഅ അൻശറ. വിശ്വസിക്കാൻ ഒരു പ്രയാസവുമില്ലാതെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വേഗതയെയും പരിണാമത്തെയും ഖുർആൻ പറയുന്നത്. മനുഷ്യൻ നശിച്ചു പോകട്ടെ, കൊല്ലപ്പെടട്ടെ, അവൻ എന്താണ് ഇത്രയും വലിയ നിഷേധിയാക്കി അവനെ മാറ്റിക്കളഞ്ഞതെന്നാണ്. മരിച്ചതിന് ശേഷം ഒരു ജീവിതമില്ല, അത്ഭുതകരമായ ആ ഒരു പരിണാമം സംഭവിക്കുകയില്ല എന്ന് മനുഷ്യൻ പറയുമ്പോൾ മനുഷ്യൻ നിഷേധിക്കുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളെയാണ്. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ശൈഇൻ ഖലഖ. അല്ലാഹ് ചോദിക്കണം, എന്തിൽ നിന്നാണ് നിന്നെ സൃഷ്ടിച്ചത്? ഈ പറയുന്ന ഈ അവസ്ഥയിലുള്ള നിന്റെ മുമ്പുള്ള ഘട്ടങ്ങൾക്ക് ഈ അവസ്ഥയുമായി എത്ര താരതമ്യമുണ്ട്, എത്ര ബന്ധമുണ്ട് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. സഹോദരങ്ങൾ, ഒരു അതിസൂക്ഷ്മമായ ഒരു ബീജാണുവിനെ എങ്ങാനും ഒരു സൂക്ഷ്മദർശിയുടെ അല്പം വലുതാക്കി കാണിക്കുന്ന ആ ചിത്രമെങ്ങാനും നമ്മൾ കണ്ടാൽ ഈ നിൽക്കുന്ന എൻ്റെ രൂപവും അതും തമ്മിൽ എന്ത് സാദൃശ്യം! 9 മാസവും ചില്ലറ ദിവസങ്ങളും കൊണ്ട് ഓരോ ആഴ്ചയും ഒരു ഗർഭസ്ഥ ശിശുവിൽ വന്നു ചേരുന്ന മാറ്റങ്ങൾ മുമ്പത്തെ ഘട്ടവുമായി എത്ര ബന്ധം പുലർത്തുന്നു എന്നാണ്. നമ്മുടെ യാത്രയുടെ വേഗതയാണ് സഹോദരങ്ങളെ. ഈ സദസ്സിൽ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ജീവിതത്തിൻ്റെ പരിണാമങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുക നമ്മൾ അതിവേഗതയിൽ. മിൻ നുത്ഫത്തിൻ ഖലഖ ഫഖദ്ദറ. പുറത്തുള്ള ആ ബീജാണുവിനെ മാതാവിൻ്റെ ഗർഭപാത്രത്തിലെത്തുമ്പോൾ അത്ഭുതകരമായ പരിവർത്തനങ്ങൾക്കാണ് ആ സാഹചര്യം അവസരമൊരുക്കുന്നത് എന്നാണ്. എന്നിട്ട് അവിടെ നിന്ന് അള്ളാഹു അതിനെ കണക്കാക്കുകയാണ്, ക്രമപ്പെടുത്തുകയാണ്, ക്രമീകരിക്കുകയാണ്. ഓരോ ഘട്ടത്തിൻ്റെയും വളർച്ചയുടെ വ്യത്യാസങ്ങൾ വളരെ കൃത്യമായിട്ടാണ് അവൻ അവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 100 എഞ്ചിനീയർമാർ നോക്കി നിന്നാൽ പോലും നിർവഹിക്കാൻ പറ്റാത്ത പരിണാമങ്ങളാണ് ആ ഇരുട്ടറയിൽ അല്പം വെളിച്ചത്തിന്റെ കിരണം പോലുമില്ലാത്ത ഇരുട്ടറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ നിൽക്കാൻ പറ്റൂ? ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് മാതാവിൻ്റെ ഉദരങ്ങൾ വളർന്ന് വികസിക്കണം. ഒരു വളരെ കണ്ണുകൊണ്ട് കാണാത്തൊരു വസ്തുവാണ് ആ വലുതായി വന്നത്. 2 ഇഞ്ച് മാത്രം വിസ്തീർണമുള്ള ഗർഭപാത്രം ആ കുഞ്ഞിനു വേണ്ടി വികസിച്ചത് എത്രയാണ് സഹോദരങ്ങളെ! ഒരു മനുഷ്യൻ്റെ വളർച്ചയുടെ വേഗതയാണ്, മീറ്ററാണ്, സൂചികയാണ് യഥാർത്ഥത്തിൽ ആ ഉദരത്തിൽ അനുഭവപ്പെടുന്നത്. ഭാരം, പ്രയാസം എല്ലാം. എന്നിട്ട് അല്ലാഹ് പറയാണ്, സുമ്മ സബീല യസ്സറ സുമ്മ അമാതഹു ഫഅഖ്ബറ. എന്നിട്ട് പുറത്തേക്ക് കടക്കാനുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നു. പിന്നെ അവനെ മരിപ്പിച്ചു, പിന്നെ അവനെ മണ്ണുകളിൽ അവൻ ദ്രവിപ്പിച്ചു കളഞ്ഞു. സുമ്മ ഇദാ ശാഅ അൻശറ. ഈ അത്ഭുത പരിണാമങ്ങളൊക്കെ സത്യമാണെങ്കിൽ മണ്ണിൽ നിന്ന് മനുഷ്യൻ എഴുന്നേറ്റ് വരുന്നതും സത്യമാണെന്നാണ്. നമ്മുടെ നാട്ടുകാർക്ക് പരിചയമുള്ള ഒരു സാധനമാണ് ഒരു തേങ്ങ, ഒരു നാളികേരം. പച്ച നാളികേരം പൊളിക്കുന്ന അത്ര എളുപ്പമല്ല ഉണങ്ങി കിടക്കുന്ന ഒരു നാളികേരം പൊളിക്കാൻ. നല്ല ഫലമുള്ള ആയുധങ്ങൾ വേണം, എന്നാലേ പൊളിക്കാൻ പറ്റുള്ളൂ. അല്പസമയം വെള്ളത്തിലോ കുളത്തിലോ തോട്ടിലോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ടാൽ, അല്ലെങ്കിൽ മലിനജലങ്ങൾ കെട്ടിക്കിടക്കുന്നിടത്ത് ആ തേങ്ങ കൊണ്ടുപോയിട്ടാൽ
അതിൻ്റെ അതിശക്തമായ ചകിരികൾ പിളരും. മണ്ണിൽ കുഴിച്ചിട്ടാൽ മണ്ണ് പിളരും. ആരാണത് പിളർത്തുന്നത് സഹോദരങ്ങളെ? പിടിച്ചാൽ ഒടിഞ്ഞു പോകുന്ന മുളകളാണോ ആ ശക്തമായ ചകിരികളെ പിളർത്തിയത്? അല്ല. ആരാണോ അതിനെ പിളർത്തിക്കൊടുക്കുന്നവൻ, അവൻ ഭൂമിയെ പിളർത്തും പുതിയ തിരിച്ചുവരവിന് വേണ്ടി. അനന്തമായ അവസാനിക്കാത്ത ജീവിതത്തിലേക്കാണ് യാത്ര. നാം യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. ഈ ജീവിതത്തിന്റെ യാത്രയെ എവിടെയും നിർത്തിയിടുക എനിക്കും നിങ്ങൾക്കും സാധ്യമല്ല. നാം ഉറങ്ങിയാലും ഉണർന്നാലും മാറ്റങ്ങൾക്ക് വിധേയമായി ഈ യാത്ര തുടരും. ഖബറിൽ തീരാത്ത അനന്തമായ ഈ യാത്രയെ തടുത്തു വെക്കാൻ പറ്റില്ല. ആ യാത്രയിൽ വിശ്രമിക്കാൻ സ്വീകരിക്കുന്ന വീടുകളും അതിൻ്റെ ജീവിത സന്ധാരണത്തിൻ്റെ മാർഗമന്വേഷിക്കുന്ന ഈ വിദേശ നാടും നമ്മുടെ കുടുംബവും ഭാര്യയും സന്താനങ്ങളും മാതാപിതാക്കളും എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഓരങ്ങളിൽ കാണുന്ന വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ കണ്ടാണ് നാം ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാറില്ല. ജീവിതത്തിൻ്റെ വിഷമകരമായ അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞ എൻ്റെ സുഹൃത്തിനോട് ഇന്നലെ ഞാൻ പറഞ്ഞത് അതാണ്. 13 കൊല്ലമായി നാട്ടിൽ പോകാൻ കഴിയാതെ ഇഖാമയും വിസയും മാറി മാറി നിന്ന് ഇനി എനിക്ക് ജോലി ചെയ്യാനാവില്ലെന്ന് പറഞ്ഞ് എക്സിറ്റ് അടിക്കാൻ കാത്തു നിൽക്കുന്ന സുഹൃത്ത് 13 കൊല്ലത്തെ ജീവിത യാത്രയിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ആലോചിച്ചിട്ടോ നേടാത്തതിനെക്കുറിച്ച് പരിഭ്രമിച്ചിട്ടോ കാര്യമില്ല. സിഗ്നലുകൾ മാറി മാറിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ കെട്ടിടങ്ങൾ ഉയർന്നു നിൽക്കുന്ന വ്യത്യസ്തമായ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു നിരത്തിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ തള്ളവിരൽ പിടിച്ച് നടക്കുന്ന ഒരു പിതാവ്. ആ കുട്ടിക്ക് എന്തറിയാം സുഹൃത്തുക്കളെ? എപ്പോൾ ചുവന്ന ലൈറ്റ് മാറി പച്ച വരുന്നു എന്നാണ് വാഹനം ഓടിക്കുന്ന പിതാവ് നോക്കുന്നത്. പക്ഷെ കുട്ടി നോക്കുന്നത് ആ കളർ ചേഞ്ച് മാത്രമാണ്. ചുവപ്പ് പോയി പച്ച വരുന്നതിൻ്റെ മനോഹാരിത മാത്രമാണ് അവൻ അനുഭവിക്കാൻ പറ്റും. എന്ന പോലെ പരമകാരുണ്യകനായ നാഥൻ നമ്മുടെ കൈവിരൽ പിടിച്ച് നടത്തുകയാണ്. അവൻ യുവത്വത്തിലൂടെ ശൈശവത്തിലൂടെ ഇതാ ഈ മരുഭൂമിയിലും ഈ നാട്ടിലും എല്ലാം അവൻ നമ്മെ എത്തിച്ചു. ഇന്നുറങ്ങുന്ന റൂമിൽ ഉറങ്ങുമെന്ന് നിങ്ങൾ എന്നാണ് അറിഞ്ഞത്? ഉറങ്ങിയപ്പോഴല്ലേ അറിഞ്ഞത്. നാളെ എവിടെയാണ് ഉറങ്ങുന്നതെന്നറിയാമോ? അടുത്ത ഫ്ലൈറ്റിൽ നമുക്ക് വേണ്ട ബോർഡിംഗ് പാസ് നാം തന്നെ വാങ്ങുമോ, അതോ ബന്ധുക്കൾ വാങ്ങി നമ്മെ കൊടുത്തയക്കുമോ? അറിയാൻ പറ്റില്ല. എനിക്കും നിങ്ങൾക്കും ഈ ജീവിത യാത്രയിൽ പരിമിതമായ കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. അതുകൊണ്ട് ഈ യാത്ര അതിവേഗതയിൽ, വേഗത നിർണയിക്കാനാവാത്ത, ആകാശത്ത് പറക്കുന്ന വിമാനത്തിൻ്റെ വേഗത പോലും സ്ക്രീനിൽ കാണാം. 850 കിലോമീറ്റർ മണിക്കൂറിൽ, അല്ലെങ്കിൽ 1000 കിലോമീറ്റർ. പക്ഷെ ഞാനും നിങ്ങളും മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്നും വളർന്ന ഈ പരിണാമഘട്ടങ്ങളുടെ കാലവും സമയവും വേഗതയും നിർണയിക്കുക സാധ്യമല്ല. അതുകൊണ്ട് അല്പമൊക്കെ ചെറിയൊരു അഹങ്കാരവും അഭിമാനവും ഒക്കെ കിട്ടിയ ജോലിയിലും പണത്തിലുമൊക്കെ നമ്മുടെ ഭാവത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും വിനീതനായ ഒരു കുട്ടി ഉമ്മയുടെ മടിയിൽ കിടക്കുന്ന പോലെ കിടക്കാൻ മാത്രം അശക്തരും ദുർബലരുമാണ് നമ്മൾ. അള്ളാഹുവിന് സർവവും ഏൽപ്പിച്ചു കൊടുത്ത് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് വിനീതമായി കീഴൊതുങ്ങി മുന്നോട്ട് പോകാനേ സഹോദരങ്ങളെ നമുക്ക് കഴിയും. അതുകൊണ്ട് മനസ്സിലാക്കുക, ഈ ജീവിതത്തിൻ്റെ അർത്ഥമെന്ത്, ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത് എന്നൊന്ന് തിരിച്ചറിയുന്നത് നന്നായിരിക്കും. അതിനെക്കുറിച്ച് ശരിക്കുള്ള ബോധമില്ലെങ്കിൽ എന്തുണ്ടാവുക? നിങ്ങൾ ജീവിതം ചിലപ്പോൾ ചില പ്രതിസന്ധികളിൽ ചെന്നു മുട്ടും. കഴിഞ്ഞ ദിവസം വളരെ വലിയ ശമ്പളവും വളരെ സൗകര്യവുമുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് എന്നെ എൻ്റെ ഒരു സുഹൃത്ത് കൊണ്ടുപോയി. ഭാര്യയും അയാളും മാത്രമാണ് ആ വീട്ടിൽ, വേറെ ആരുമില്ല. മക്കളൊക്കെ ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായി. അയാളുടെ ഗൾഫ് സമ്പാദ്യത്തിന് അവരൊക്കെ ആയത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ജീവിതത്തിൻ്റെ അർത്ഥമെന്ത് എന്നത് യഥാർത്ഥത്തിൽ ഈ ഫ്ലാറ്റിൻ്റെ ചുമരുകൾക്കിടയിൽ തിരഞ്ഞാൽ കാണുന്ന ഒന്നല്ല. എന്ത് ചെയ്താലും പിന്നെ ഒരു ശൂന്യത എല്ലാവർക്കും അനുഭവപ്പെടുന്നൊരു കാര്യമാണ്. ജോലി കിട്ടാത്തൊരുത്തന് ജോലിയാണ് ആവശ്യം. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താ? താമസമായി, ഭക്ഷണമായി, ജോലി, പിന്നെന്താ? ഒരു ശൂന്യത. മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കലാണെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെന്താ? ഡിഗ്രിയും PGയും ഡോക്ടറേറ്റുമാണെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെന്താ? സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾ കുറിച്ചു വെച്ച
മനസ്സിൽ സ്വപ്നമായി കാണുന്ന ലക്ഷ്യങ്ങളാണെങ്കിൽ ആ ലക്ഷ്യം കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നാം നമ്മോട് ചോദിക്കേണ്ട ചോദ്യമാണ്. എല്ലാറ്റിനും അപ്പുറം ഒരു പിന്നെയും അയാൾക്കൊരു അസ്വസ്ഥത, ഇനി എന്തെന്ന് അയാൾക്ക് അറിയുന്നില്ല. അതൊന്നല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ, ഈ മരണം യാതൊന്നും നമ്മളിൽ സംഭവിപ്പിക്കില്ല. നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കോളും. ഞാൻ കഴിഞ്ഞൊരു മാസങ്ങൾക്ക് മുമ്പ് 25 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ചെറിയൊരു വേദന വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ അയാൾക്ക് ക്യാൻസറാണ്. നല്ല ആരോഗ്യവാനാണ്. ജോലിയുടെയും വിവാഹത്തിൻ്റെയും പടിവാതിൽക്കലിൽ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മരണവാർത്തയുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവിലെ ഡോക്ടർമാർ അയാളെത്തു വന്നത്. അദ്ദേഹം നിരാശയോടുകൂടെ ചോദിക്കുക, എൻ്റെ ഒപ്പമുള്ളവർ വിവാഹിതരായി, അവർ ഗവൺമെൻറ് ജോലിയിലായി, അവർക്ക് മക്കളായി, ഞാൻ ജീവിതത്തിന് യാത്രയാകുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ജീവിതത്തിൻ്റെ അർത്ഥം ഒരു വിവാഹമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം. കാരണം വിവാഹം കഴിക്കേണ്ടതിൻ്റെ തലേന്നാളാണ് നിങ്ങൾ മരിക്കുന്നത്. ജീവിതത്തിൻ്റെ അർത്ഥം 1, 2, 3, 4 കുട്ടികൾക്ക് സുരക്ഷിതമായൊരു ഭാവി നൽകലാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ്. ഒരു നല്ല ജോലിയിൽ ഒരു സ്ഥാപനത്തിന് സേവനം ചെയ്യലാണെങ്കിൽ നഷ്ടമാണ്. സഹോദരങ്ങളെ, അതല്ലല്ലോ. ഒരു വലിയ കൊടുമുടിയിൽ നിന്നും കാലുതെറ്റി വീണവനെ പോലെ അഗാധമായൊരു ലോകത്തിലേക്ക് മരണം നമ്മളെ കൊണ്ടുപോകും. അവിടെ എന്താ ഉള്ളത്? പ്രവർത്തനത്തിൻ്റെ ലോകത്തിനപ്പുറം പ്രതിഫലത്തിൻ്റെ ലോകം. അവിടെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ അർത്ഥം നിർണ്ണയിക്കുന്നത്. ഇന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബും വലഹ്വ്. അള്ളാഹു ജീവിതത്തെക്കുറിച്ച് പറയുന്നത് ഒരു കാര്യക്കും ഒഴിവില്ലാന്ന്. ഒഴിവില്ലാത്ത വിധം തിരക്കാണ് ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്നാണ്, ഒന്ന് കഴിഞ്ഞാൽ ഒന്നാണ്. അള്ളാഹ് പറയാണ് കുറച്ചു കാലം ലഇബ്. ലഇബ് എന്ന് പറഞ്ഞാൽ എന്താ? കളി. കമിഴ്ന്ന് കിടക്കുന്ന ഒരു കുട്ടിക്ക് നിങ്ങൾ ഒരു പേനയുടെ ടോപ്പ് ഇട്ട് കൊടുത്ത് നോക്കും. നിങ്ങൾ അതൊന്ന് അങ്ങോട്ട് തൊട്ട് ഇങ്ങോട്ട് തട്ടി അവൻ കളിക്കാൻ ശ്രമിക്കും. കൈ അനക്കാൻ കഴിയുമ്പോൾ കളിക്കാനാണ് നോക്കുക. ഒരു പ്രായത്തിൽ കളി മാത്രമേ ഉള്ളൂ. ഭക്ഷണം വേണ്ട, ഉറക്കം വേണ്ട, ഉമ്മ വിളിച്ചാൽ അവൻ ഒഴിവില്ല, കളിയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ചത് കളിയിലാണ്. ഒരു കാലം ലഘുവ് വിനോദങ്ങളാണ്, എന്തെങ്കിലുമൊക്കെ മനസ്സിന് സന്തോഷം കിട്ടുന്ന വിനോദങ്ങൾ, നല്ല ഉടുപ്പുകൾ, നല്ല വസ്ത്രങ്ങൾ. ആഴ്ചക്ക് ഷർട്ട് മാറ്റി നടക്കുന്ന ആൾക്കാരുടെ മുന്നാണ്. അല്ലെങ്കിൽ തന്നെ കാണുന്നവർക്ക് മതിപ്പുളവാക്കുന്ന ഒരു ഫ്ലാറ്റിൽ, ഒരു വീട്ടിൽ, ഒരു കൊട്ടാരത്തിലുള്ള ജീവിതം, സീനത്ത്. അല്ലെങ്കിൽ തൻ്റെ പേരും പ്രശസ്തിയും സ്ഥാനവും മാനവും പദവിയും സമ്പത്തുകളും മറ്റുള്ളവർക്ക് മുമ്പിൽ വലുതാക്കി കാണിച്ചു കൊടുക്കാം. ഇങ്ങനത്തെ കുറച്ച് പ്രോഗ്രാം കഴിയുമ്പോഴേക്കും സൂര്യൻ അസ്തമിക്കാറാവുന്നതാണ്. കുറച്ച് പരിപാടി ഉണ്ടാവും, അത് ഒന്ന് കഴിഞ്ഞാൽ അടുത്ത പരിപാടിക്ക് കടക്കും. ആ പ്രോഗ്രാം തീരുമ്പോഴേക്കും സൂര്യൻ അസ്തമിക്കും. ഞാനും നിങ്ങളൊക്കെ പ്രോഗ്രാമിലാണ്. ആദ്യം ഒരു ജോലി മാത്രമാണ് സ്വപ്നം, പിന്നെ ഒരു വിവാഹമാണ്, ഒരു വീടാണ്, അത് കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ ഭാവിയാണ്. എല്ലാം കഴിഞ്ഞ് പ്രോഗ്രാമുകൾ പൂർത്തിയാക്കുമ്പോഴേക്കും ളുഹറും അസറും കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കാറാവും. അസ്തമിച്ച് തീർന്നതിന് ശേഷം ഇരുട്ട് വന്നിട്ട് ആലോചിച്ചിട്ട് എന്തെങ്കിലും കാര്യമില്ല. അതുകൊണ്ട് സഹോദരങ്ങൾ, അല്പം വിവേകത്തോടെയും വിവേചനത്തോടെയും നമ്മൾ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാനാണ്. കമാ ഇൻ അൻസൽനാഉ മിനസ് സമാ. ആകാശത്തുനിന്ന് പെയ്യുന്ന ഒരു മഴ പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം. മഴ പെയ്തപ്പോൾ ഉണങ്ങിക്കിടന്നിരുന്ന സസ്യങ്ങൾ മുളച്ചു, അത് മരമായി, കായ്ക്കളായി, പുഷ്പിച്ചു, എല്ലാമായി. അതതിൻ്റെ ഏറ്റവും ധന്യമായ അവസ്ഥയിൽ ഇലകൾ നിറഞ്ഞ് കായ്ക്കൾ നിറഞ്ഞു നിന്നപ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി, നമ്മളൊക്കെ നോക്കുന്ന പോലെ. നല്ല വസ്ത്രവും നല്ല ഉദ്യോഗമൊക്കെ ഉള്ള ആളുകളെ ജനങ്ങളിങ്ങനെ സ്തംഭിച്ച് നോക്കുന്ന പോലെ നോക്കി ആ മരത്തെ. പക്ഷെ ഇനി മരം താഴോട്ടേക്കാണ്. മഴ പോയി, വെയിൽ വന്നു, ഉണങ്ങി, കരിഞ്ഞു, അത് ദ്രവിച്ചു. തദ്റൂഹുർരിയാഹ്, കാറ്റുകൾ അതിനെ പാറിക്കൊണ്ടുപോയി. ആ മരത്തെ ആരും ഇപ്പോൾ ഓർക്കുന്നില്ല, ആ മരത്തിനെ കുറിച്ച് ആർക്കും അറിയില്ല. ഇങ്ങനെയുള്ള ഒരവസ്ഥ, ധന്യമായ അവസ്ഥയിലേക്ക് ഉയർന്ന് പിന്നെ ഒന്നുമല്ലാതായി ഈ ജീവിതം അവസാനിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് അറിയുമ്പോൾ ചെറിയൊരു സമാധാനം ജീവിതത്തിൽ കിട്ടും. അതാണ് സംഗതി. ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാം, അവിടേക്ക് ഇങ്ങനെ ഞാൻ അണഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നറിയുമ്പോൾ സമാധാനമാണ് ജീവിതത്തിൽ. എവിടേക്കാണ് പോകണമെന്ന് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവസ്ഥ അരച്ചു. നമ്മൾ സാധാരണ ഉദാഹരണം പറയാറുണ്ട്. ദീർഘയാത്രയ്ക്ക് നമ്മുടെ നാട്ടിലൊക്കെ ബസ് കയറിയാൽ ഒപ്പമുള്ള കുട്ടികൾ പറയും, ഉമ്മ ഇറങ്ങല്ലേ എന്ന് പറയും. കുട്ടികളെ ഒരു വാശി പിടിക്കും, കരയും. മനസ്സിലായില്ലേ?
അവര് പിന്നെ പാലക്കാട് നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒരു രോഗിയെ കാണാൻ വേണ്ടിയിട്ട് പോണത്. അതാർക്കേ അറിയുള്ളൂ അവരെങ്കിൽ ഉമ്മാക്കും വാപ്പാക്കും അറിയുള്ളൂ. ഒപ്പം കുട്ടിയൊക്കെ അറിയില്ല. കുട്ടിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങണം, അവൻ അവിടെ നിന്ന് ഇറങ്ങണം. അവന് ലക്ഷ്യബോധമില്ല എന്ന പോലെ ചെറിയൊരു മുഷിപ്പ് വരുമ്പോഴേക്കും മരുന്ന് കുടിക്കാനും മരിക്കാനും ഒക്കെ നമ്മളെ നാട്ടുകാരും വീട്ടുകാരൊക്കെ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് വിചാരിച്ചാൽ എവിടേക്കാണ് പോകണമെന്ന് അറിയാത്തതുകൊണ്ടാണ്. ചെറിയൊരു പ്രയാസം വരുമ്പോൾ, ചെറിയൊരു കടം വരുമ്പോൾ, ജോലി ഒന്ന് പ്രശ്നത്തിലാകുമ്പോൾ, തൽക്കാലം ഇക്കാമ കിട്ടാതെ വരുമ്പോൾ ഇനി എന്തിനാണ് ജീവിക്കുന്നത്, എന്താണ് ഈ ജീവിതം കൊണ്ട് കാര്യം എന്ന് ചിന്തിക്കുന്നത്. എങ്ങോട്ട് പോകണമെന്ന് അറിയാത്തതുകൊണ്ടാണ്. ചെറിയൊരു തടസ്സം വരുമ്പോൾ കരയും, ബസ് ഇറങ്ങണം, അതാണ് പ്രശ്നം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ലക്ഷ്യമാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാന കാര്യം. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു, തൗഹീദ് ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശിർക്ക് ചെയ്യുന്നവൻ്റെ ഒരു പ്രവർത്തനവും അള്ളാഹു സ്വീകരിക്കില്ല. ഇത് ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ്. ഒട്ടകത്തിൻ്റെ കഴുത്തിലും കുതിരൻ്റെ കഴുത്തിലൊക്കെ വലിയ കയറും ഏലസും കെട്ടി നിറഞ്ഞു കിടക്കാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്ത്. ഒട്ടകത്തിൻ്റെ കഴുത്തുനിന്ന് പോലും അത് അറുത്തിട്ട് കഅബയെ ശുദ്ധീകരിച്ച് തൗഹീദിൻ്റെ പൂർണ്ണത കൈവരിച്ചുകൊണ്ടാണ് മഹാനായ റസൂൽ കരീം ലോകത്തോട് വിട പറഞ്ഞത്. ഈ തൗഹീദ് മഹോന്നതമാണ്. പക്ഷേ പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ഒരുത്തൻ്റെ തൗഹീദ് കൊണ്ട് പ്രയോജനമുണ്ടോ? ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഈ അന്ധവിശ്വാസങ്ങളെയൊക്കെ 100% നിരാകരിക്കുന്നവർ, അതിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ലാത്തവർ. പക്ഷേ പരലോകമില്ലാത്ത തൗഹീദിന് പ്രാധാന്യമില്ല. ഖുർആൻ 3 നിബന്ധന പറയുമ്പോൾ ഒന്നാമത്തെ നിബന്ധന അതാണ്, വമൻ അറാദൽ ആഖിറ. ആരാണ് പരലോകത്തെ ഉദ്ദേശിക്കുന്നത്? വസഅലഹ സഅയഹ, അതിൻ്റെ പരിശ്രമം ചെയ്യേണ്ട വിധത്തിൽ ചെയ്യാം. വഹുവ മുഅ്മിനുൻ, വിശ്വാസിയായിക്കൊണ്ട്. ഈ പരലോകം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഹോദരങ്ങൾ, ഇനി ആർക്കെങ്കിലും ചെറിയൊരു സംശയം മനസ്സിൽ ബാക്കിയിരിക്കുന്നുവെങ്കിൽ അത് തിരുത്തുകയാണ് ഒന്നാമത്തെ കാര്യം. നരകം സ്വർഗം എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാൻ മനസ്സ് പാകപ്പെടുന്നില്ലെങ്കിൽ ഇനിയുള്ള നിസ്കാരവും നോമ്പും പരിപാടികളും സദക്കകളും ധർമ്മങ്ങളൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം ഉറപ്പാക്കേണ്ടതാണ്. അത് ഉറപ്പാകാതെ ഒരു നന്മയും അള്ളാഹു സ്വീകരിക്കില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? കൊട്ടാര സമാനമായ തീപ്പൊരികൾ പറക്കുന്ന ഈ ഭൂമിയിലെ ചൂടിൻ്റെ 70 ഇരട്ടി ചൂടുള്ള ഒരു നരകം, ആ നരകത്തിൽ ഇന്ന ശജറത്ത സഖൂം തആമുൽ അസീം, കുറ്റവാളികൾക്ക് വേണ്ടിയുള്ള ഫലങ്ങൾ കായ്ക്കുന്ന ഒരു മരം ആ നരകത്തിൽ മുളക്കും. ദറക്കാത്ത്, അടിയിലേക്ക് ആണ്ടാണ്ടു പോകുന്ന തട്ടുകൾ നരകത്തിനുണ്ട്. അതേപോലെ തന്നെ സറാബീലുഹും മിൻ ഖത്റാൻ, ടാറിൻ്റെ വസ്ത്രങ്ങൾ അവർക്ക് ധരിക്കപ്പെടും. കുല്ലമാ ഖബത് സിദ്നാഹും സഈറ, തീ അണഞ്ഞണഞ്ഞു പോകുമ്പോൾ വീണ്ടും കത്തിച്ചുളിച്ചു കൊണ്ടിരിക്കും എന്നൊക്കെ പറയുന്ന ഒരു നരകം യാഥാർത്ഥ്യമായി അനുഭവപ്പെടുന്നുണ്ടോ എന്ന് മനസാക്ഷിയോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ. മനോഹരമായ പരവതാനികൾ വിരിച്ച തയ്യാറാക്കപ്പെട്ട കോപ്പകളുള്ള, അതേപോലെ തന്നെ അടുക്കി വെക്കപ്പെട്ട തലയിണകളുള്ള, സൗന്ദര്യവതികളായ തരുണികളുള്ള, അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ള പാലും തേനും ഒഴുകുന്ന വിശാലമായ അരുവികളുള്ള സന്തോഷത്തിൻ്റെ ഒരു സ്വർഗം, പ്രപഞ്ചത്തിനോളം വിശാലതയുള്ള ഒരു സ്വർഗം സത്യമാണ് എന്ന് മനസ്സ് പറയുന്നുണ്ടോ? ഇത് ബോധ്യപ്പെടലാണ് സഹോദരങ്ങളെ ഒന്നാമത്തെ കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മരിക്കുമ്പോഴൊക്കെ തീരുന്നു എന്നൊരബദ്ധ ധാരണ നമുക്ക് വന്നു. ഞാൻ ആ മരിക്കാനായ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞത്, മരണം എന്ന് പറഞ്ഞാൽ ഖുർആൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നീ എല്ലാ അനുഭവങ്ങളും, ചൂടും തണുപ്പും രുചിയും അനുഭവങ്ങളും അവസാനിക്കുന്നു എന്ന് നീ വിചാരിച്ചതുകൊണ്ടാണ് നിനക്ക് തെറ്റ്. ഇനി മുതൽ രുചിയുള്ള ഭക്ഷണം വായിലൂടെ ഇറങ്ങൂല എന്ന് പറഞ്ഞാൽ ഇനി ഒരു കാലത്തും എനിക്കൊരു പാനീയവും കുടിക്കാനാവില്ലെന്ന് വിചാരിക്കരുത്. ഷുഗർ വന്ന് മുറി വന്ന് മാറാതെ ഉണങ്ങാതെ കാല് മുറിക്കുമ്പോൾ ഈ കാൽ എനിക്കിനി ഒരു കാലത്തും ഇല്ലെന്ന് വിചാരിക്കരുത്. സിറ്റ് ഔട്ടിൽ നിന്നും താഴേക്ക് തലകുത്തി വീണ് മരിച്ച 10 മാസം പ്രായമുള്ള കുട്ടി മരിച്ചു കിടക്കുമ്പോൾ ഇനി ആ കുട്ടിയെ, ആ ഓമനത്വം തുളുമ്പുന്ന മുഖം എനിക്കിനി കാണില്ലെന്നൊരു ഉമ്മയും വിചാരിക്കരുത്. മരണം എന്തുള്ളൂ നിങ്ങൾ? വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, മരിക്കുന്നവന്റെ ആത്മാവിനെ മരിക്കുമ്പോൾ പിടിക്കുന്നു. വല്ലതീ ലം തമുത്, മരിക്കാത്തവന്റെതോ ഫീ മനാമിഹാ, ഉറക്കത്തിലാണ് പിടിക്കുന്നത്. എനിക്കറിയില്ലട്ടോ, എൻ്റെ കൂടെയുള്ള
നോൺ ടീച്ചിങ് സ്റ്റാഫിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, വാപ്പന്തൽ അന്തിക്ക് മരിച്ചു, സൈലൻ്റ് അറ്റാക്കാണെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നാണ്. അങ്ങനെ ആലോചിച്ചു, എന്താണ് ഈ സൈലൻ്റ് അറ്റാക്ക്? രാത്രി ഉറങ്ങണ സമയത്ത് നല്ലൊരു വേദന വന്നിട്ടുണ്ടെങ്കിൽ അയാൾ ഉണരൂലേ? ഒരു ഉറുമ്പ് കടിച്ചാൽ നമ്മൾ ഉണരൂലേ? ഒരു നല്ലൊരു ഉറുമ്പ് വന്ന് കടിച്ചാൽ നമ്മൾ ഉണരൂലേ? അപ്പം എന്താണ് അയാൾക്ക് സംഭവിച്ചത്? അയാൾ അങ്ങനെ കിടന്നു, അങ്ങനെ മരിച്ചു. അടുത്ത് കിടക്കുന്ന ഭാര്യ പോലും അയാൾ കാലിട്ടടിക്കുന്നതോ ഇളകുന്നതോ അനങ്ങുന്നതോ അറിഞ്ഞില്ല. ആ ഭാര്യയെപ്പോലും അയാൾ തോണ്ടി വിളിച്ചില്ല. നേരം വെളുക്കുമ്പോൾ ഒന്ന് ദേഹത്ത് കൈതട്ടിയപ്പോഴാണ് തണുത്തുറഞ്ഞു കിടക്കുന്നത് അറിയാൻ പറ്റും. ഇപ്പം എന്തേ സംഭവിച്ചു? വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, മരിക്കുന്നവന്റെ ആത്മാവിനെ മരിക്കുമ്പോൾ പിടിക്കുന്നു. വല്ലത്തീലം തമുത്ത്, മരിക്കാത്തവന്റെ ആത്മാവിനെയും പടച്ചവൻ ആവർത്തിച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫീ മനാമിഹ, ഉറക്കത്തിൽ. റൂമിലാണ് ഉറങ്ങുന്നത് സഹോദരങ്ങളെ. പക്ഷേ അനുഭവങ്ങൾ ഇപ്പോൾ നടക്കുന്നത് നാട്ടിലാണ്, അല്ലേ? ഫ്ലൈറ്റിലാണ് ഉറങ്ങുന്നത്. അനുഭവങ്ങൾ നടക്കുന്നത് ജോലി ചെയ്യുന്ന ജോലി സ്ഥലത്താണ്. നമ്മൾ എവിടെയോ കിടക്കുന്നു, മറ്റെവിടെയോ ജീവിക്കുന്നു. മരണം വിധിച്ചവന്റെ ആത്മാവിനെ, ഉറക്കത്തിൽ പിടിച്ച റൂഹിനെ അള്ളാഹു അവിടെ തന്നെ വെക്കുന്നു. എന്നാൽ മറ്റുള്ളവന്റെ, അള്ളാഹു ജീവൻ തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവന്റെ ആത്മാവിനെ അവൻ തിരിച്ചു നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഓരോ ഉറക്കത്തിലും മനുഷ്യൻ എന്തിനെയാണ് ഓർക്കുന്നത്? ഉണരുമ്പോൾ മനുഷ്യൻ ഓർക്കുന്നത് എന്തിനാണോ എന്ന് ചോദിച്ചാൽ ഖിയാമത്ത് നാളിനെയാണ്. കണ്ണ് തിരുമ്പി എഴുന്നേൽക്കുമ്പോൾ, ജീവൻ തിരിച്ചു കിട്ടി എഴുന്നേൽക്കുമ്പോൾ മനുഷ്യൻ ഓർക്കുന്നത് ആത്മാവിനെ വീണ്ടും തിരിച്ചു കിട്ടുന്ന പരലോകത്തെയാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. മരിപ്പിച്ച ശേഷം എന്നെ ജീവിപ്പിക്കുന്ന അള്ളാഹുവിനാണ് സ്തുതി. അവിടെയല്ല, അവസാനത്തെ വാചകം വ ഇലൈഹിൻ നുശൂർ, അവങ്കലേക്കാണ് ഒരുമിച്ച് കൂട്ടുന്നത്. അള്ളാഹുവിലേക്കാണ് എല്ലാവരും അവസാനം എഴുന്നേറ്റു ചെല്ലുന്നത് എന്നത് ഓർക്കണത് എപ്പോഴാണ്? നിങ്ങൾ ഉറക്കത്തുനിന്ന് ആത്മാവിനെ അള്ളാഹു തിരിച്ച് നമുക്ക് നൽകുമ്പോഴാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ഉറക്കത്തിൽ എന്തു സംഭവിക്കുന്നുവോ അത് മരണത്തിൽ സംഭവിക്കും. മനസ്സിലായില്ലേ? ഹദീസ് പ്രകാരം റസൂലുള്ളാഹ് ഇങ്ങനെ ഒരു പാറയിൽ ഇങ്ങനെ അല്പനേരം ഇങ്ങനെ തലതാഴ്ത്തിയിരുന്ന് പെട്ടെന്ന് തല ഉയർത്തി കൂടെയുള്ള സ്വഹാബത്തിന് മരണത്തെ വരച്ചു കാണിച്ചു കൊടുക്കണം. ഇമാം അഹ്മദിന്റെ ഹദീസ് വായിച്ചാൽ മരണം നമ്മുടെ മുമ്പിൽ കൃത്യമായി ഇങ്ങനെ ലഭിക്കും. ഇവിടുന്ന് എങ്ങനെയാണ് നാട്ടിലേക്ക് പോവുക എന്ന് ഭാര്യയോ മക്കളെയോ ഒറ്റയ്ക്ക് ഫ്ലൈറ്റ് കയറ്റി അയക്കുമ്പോൾ ആദ്യത്തെ ഇവിടെ നിന്നുള്ള റിട്ടേൺ വിമാനയാത്രയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. നേരെ എയർപോർട്ട് ചെന്നാൽ എന്ത് ചെയ്യണം? ബോർഡിംഗ് പാസ് എടുക്കണം, ലഗേജ് കയറ്റണം, അത് കഴിഞ്ഞാൽ വിമാനത്തിൽ കയറുമ്പോൾ ശ്രദ്ധിക്കണം, ഒക്കെ പറഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ബന്ധുക്കളെ വിളിച്ച് അറേഞ്ച് ചെയ്ത് നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കൂലേ? അതിനേക്കാളും വ്യക്തമായിട്ട് മരണത്തെ നബി കരീം വിശദീകരിച്ചു കൊടുത്തു. ആ ഹദീസ് കേൾക്കാത്തവര് മരിക്കുമ്പോൾ അറിയത്, ഹദീസ് കേട്ടവർക്ക് ഹദീസ് എന്ന് മനസ്സിലാവും, അല്ലാത്തവർക്ക് മരിക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് അത് എന്നുള്ളത്. നബി സാസ്മ തൻ്റെ കയ്യിലൊരു വടിയുണ്ട്. നമ്മൾ സാധാരണ കയ്യിൽ പേൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ വരക്കണ പോലെ നബി ആലോചിച്ച് തലതാഴ്ത്തിയിരുന്ന് ആ വടി കൊണ്ടൊന്നും ഇങ്ങനെ നിലത്ത് വരും. പിന്നെ നബി പെട്ടെന്ന് തല ഉയർത്തി, നീ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. നബി പറഞ്ഞു കൊടുത്തു. മരിച്ചിട്ടല്ല മലക്കാൾ വരിക, മരിക്കാൻ ഒരുങ്ങുമ്പോഴൊക്കെ തന്നെ 2 മലക്കാൾ വന്നിരിക്കും. മനസ്സിലേ? അടുത്ത് വന്നിരുന്ന് നമ്മളങ്ങനെ നിരീക്ഷിക്കും. അങ്ങനെ നിരീക്ഷിച്ചിട്ട് ആ മലക്കുകളാണ് മരണക്രിയകൾ നടത്തുക. അയാളെ റൂഹിനെ പിടിച്ച് കൊണ്ടുപോകുന്ന പ്രക്രിയ അയാൾ നോക്കിയിരുന്ന് ഇങ്ങനെ കാണും. ആദ്യം കുറച്ച് ദൂരത്തേക്കാരും, പിന്നെ അവരിങ്ങനെ അടുത്തേക്ക് വരുന്ന, എന്നിട്ട് ആ മനുഷ്യൻ്റെ ആത്മാവിനെ അയാളുടെ അറിവോടുകൂടെ എന്ത് ചെയ്യുന്ന നിങ്ങൾ സ്വർഗത്തിൻ്റെ വസ്ത്രത്തിലോ നരകത്തിൻ്റെ വസ്ത്രത്തിലോ പൊതിഞ്ഞു കൊണ്ടുപോകും. സ്വർഗത്തിൻ്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞവനെ 7 ആകാശവും കാണിച്ചു കൊടുത്ത് തിരിച്ചു കൊണ്ടുവരുന്ന, അല്ലാത്തവന് ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, ആകാശത്തിന്റെ വാതിലുകൾ തുറക്കാതെ നിരാശപ്പെട്ട് തിരിച്ചു വരും ചീത്ത ആത്മാവ്. ഖബറിലേക്ക് കൊണ്ടുവരും. 7 ആകാശവും കഴിഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കും. സഹോദരങ്ങൾ ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, സുഹൃത്തെ, ഭൂമിയിൽ ഒരു മനുഷ്യൻ ആനന്ദ നിർവൃതിയോടുകൂടെ ഉറങ്ങുന്ന തൻ്റെ ആയുഷ്കാലത്തിലെ ഒരു ദിവസം എത്ര മധുരമാണോ അത്ര മധുരമാണ് ഖബറിലെ എല്ലാ ദിവസവും. പിന്നെന്താ മരണത്തെ പേടി? പിന്നെ മരണത്തെ പേടിക്കണം നമ്മൾ. ദുനിയാവിൽ ഏറ്റവും നിർവൃതിജനകമായ ഒരു രാത്രി എത്ര ആനന്ദകരമാണോ ആ ആനന്ദം ഖബറിലെ എല്ലാ ദിവസവും ഉണ്ടെന്ന് അന്വേഷിച്ചാൽ പറഞ്ഞു.
നം സാലിമൻ കൽ ഉറൂസ്, മണവാളനെ പോലെ ഉറങ്ങും എന്ന് പറഞ്ഞാൽ ഖബറില്ല. എന്ത് പേടി, മരിക്കാറെന്താ പേടി? ഒരു പേടിൻ്റെ ആവശ്യമില്ല. ആ കൈകളിലേക്ക് മനസമാധാനത്തോടെയാണ് കടന്നു കൊടുക്കുക. മരിച്ചാൽ വേറൊന്നുമില്ല എന്ന് എത്ര കേട്ടിട്ടും വിചാരിച്ച് നടക്കുന്നവന് പ്രശ്നമാണ്, അല്ലാത്തവർക്ക് എന്താ പ്രശ്നം? ഈ ബോധ്യതയാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ പരിവർത്തിക്കുന്നത്. തയ്യാറാകാത്തവനും ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ പുതിയൊരു സംവിധാനം എയർ ഇന്ത്യ ഏർപ്പെടുത്തേണ്ടതാണ് വേണം. വായിച്ചിട്ടുണ്ടാവും പ്രവാസികൾക്ക്. നേരത്തെ പോയി ബോർഡിംഗ് പാസ് എടുക്കാം, പിന്നെ എയർപോർട്ടിൽ പോയി കയറിയ മതി. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കമ്പ്യൂട്ടർ സ്ലിപ്പ് കിട്ടിയാൽ തന്നെ സമാധാനമാണ്. ടിക്കറ്റ് ബോർഡിംഗ് പാസും കൂടി കയ്യിൽ തന്ന് ലഗേജും 2 ദിവസം കൊണ്ടുപോയി കയറ്റാന്ന് പറഞ്ഞാൽ യാത്ര എത്ര എളുപ്പമാണ്. എല്ലാ ഒരുക്കവും കഴിച്ച വിശ്വാസിന്റെ മരണം അതുപോലെ എളുപ്പമാണ്. എഴുതാത്ത കടങ്ങളില്ല. കൃത്യം പിറ്റേന്ന് ഭാര്യയ്ക്ക് നോക്കിയാൽ അറിയാം നമ്മളെ കൃത്യ കണക്ക് എത്രയാണ്, നമ്മളെ കിട്ടാൻ എന്തുണ്ട്, കൊടുക്കാൻ എന്തുണ്ട്. ഒരു പാപവും വയസ്സായി റിട്ടയർമെന്റ് അലവൻസ് കിട്ടി ഹജ്ജിന് പോകുമ്പോൾ പടച്ചവനോട് പറയാന്ന് വിചാരിച്ച് ബാക്കി ഒരു പാപമില്ല. റിട്ടയർമെന്റ് അലവൻസ് കിട്ടി ഹജ്ജിന് പോകില്ലേ, അന്ന് പശ്ചാത്തപിക്കാന്ന് വിചാരിച്ചങ്ങാട് നീട്ടിവെച്ച പാപങ്ങളില്ല. ഒക്കെ പടച്ചവനോട് അതേ സന്ദർഭത്തിലും സമയത്തിലും തന്നെ പെട്ടെന്ന് പറഞ്ഞു വീട്ടിയതാണ്. സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു സ്വതന്ത്രവും സംശുദ്ധവുമായ മനസ്സിന്റെ ഉടമസ്ഥരായി ജീവിക്കുന്നവന് മരിക്കാൻ എന്താ പേടി? ഒരു പേടിയില്ല. സുഖസുന്ദരമായ വിശ്വാസത്തോടുകൂടെ നിസ്കരിക്കുന്നവനും അതേപോലെ തന്നെ അള്ളാഹുവിൽ വിശ്വസിച്ചവനും ഷിർക്കില്ലാത്തവനും അള്ളാഹുവിന് വേണ്ടി ഒരുങ്ങിയവനും യാതൊന്നും പേടിക്കാനാണ്. പക്ഷേ സഹോദരങ്ങളെ, ഇതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ അർത്ഥം, ലക്ഷ്യം. പക്ഷേ ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, കേൾക്കാൻ എളുപ്പമാണ്. ഇന്നലെ എൻ്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞൊരു സുഹൃത്ത് ഇസ്ലാമിലേക്ക് വന്ന ഒരാളാണ്. അയാളെ കുറേ കാലമായിട്ട് ആരോ നിർബന്ധിച്ചപ്പോൾ ഒന്ന് ഇന്നലെ വന്നു നോക്കിയതാണ് ക്ലാസ്സിൽ. സ്വൈരക്കടുണ്ട്, വിളിക്കുമ്പോൾ ഒന്ന് വന്നു നോക്കണ്ട വിചാരിച്ചിട്ട് ഒന്ന് വന്നു. അപ്പം അയാൾ പറയണത് കേൾക്കാത്തോടെ പ്രശ്നം, കേട്ടപ്പോൾ എനിക്ക് എന്തൊക്കെയാ തോന്നുന്നു. അപ്പം ഇനി എന്താ വെച്ചാൽ ഇതൊന്നും ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ എന്താ ചെയ്യുക? പുറത്തിറങ്ങി കഴിഞ്ഞാൽ മാനസിക നില പതറിപ്പോവുകയാണ്. ഞാൻ വിചാരിച്ചോടത്ത് നിൽക്കുന്നില്ല എന്നാണ് പറയണത്. സഹോദരങ്ങൾ, ഇതന്നെ ഏറ്റവും പ്രശ്നം എന്താ നിങ്ങൾ? ദുനിയാവാണ് പ്രശ്നം. നമ്മൾ വേറെല്ലോലും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നമ്മളുടെ നിയന്ത്രണം സാധ്യമില്ല. മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ നമുക്ക് സാധ്യമാണ്. നബി തിരുമേനിയെ അല്ലാഹു താക്കീത് ചെയ്തു, ഫലാ യസുദ്ദന്നക അൻഹാ മല്ലാ യുഅ്മിനു ബിഹാ ഫത്തബഅ ഹവാഹു ഫതർദാ. ഫലാ യസുദ്ദന്നക അൻഹാ, പരലോകത്തെക്കുറിച്ച് മുഹമ്മദ് നബിയെ നിന്നെ തടയാതിരിക്കട്ടെ. മല്ലാ യുഅ്മിനു ബിഹാ, ആ പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ, പരലോകത്തിൽ യാതൊരു ബോധമില്ലാതെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നീയും മറന്നു പോകരുത് പരലോകത്തിൽ. ഇതാരോടാ പറയണത്? റസൂലുള്ളാഹി. അവൻ അവന്റെ ഇച്ഛകളെ പിൻപറ്റിയിരിക്കുന്നു, അവൻ നാശമടഞ്ഞിരിക്കുന്നു. മറന്നാലുള്ള പ്രശ്നം എന്താണ്? എല്ലാവരും മറക്കണം. പരലോകത്തെ മറക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം, മറപ്പിക്കണം. കാരണം മറന്നാൽ എന്തര് സ്വസ്ഥാണ്. ഉമർ പോലെ പറഞ്ഞ മാതിരി അതില്ലാതിരിക്കണം തന്നെയാണ് മനസ്സിന്റെ പ്രാർത്ഥന. മനസ്സിലായി? ഇല്ലാതിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹം കൊണ്ട് നടക്കുന്നത്. ഓർക്കും തോറും അസ്വസ്ഥ. നിങ്ങൾ എപ്പോഴും ഒന്ന് പറഞ്ഞു നോക്കൊണ്ട് ഭാര്യനോട്, ഞാൻ മരിച്ചാലേ നീ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്ന് പറയാൻ നേരം ഉണ്ടാവില്ല. മരിച്ചാൽ എന്ന് പറയുമ്പോൾ അവൾ വേറെ എന്തൊക്കെ പറയേണ്ടതാണ്. എന്താ അത് പറഞ്ഞാൽ? മരിക്കുമെന്നത് ഒരു ഉറച്ച യാഥാർത്ഥ്യം. അതായത് മരിക്കില്ലെന്ന് മരണത്തെ മറന്നാൽ പിന്നെ ബേജാറില്ലല്ലോ എന്നാ പറയുന്നത്. അതാണ് അവളുടെ പ്രതികരണത്തിന്റെ ആകത്തുക. മറക്കുക, സ്വർഗണ്ട് നേരകണ്ട് നോക്കാൻ മറക്കുക. ക്ലാസ്സിൽ വന്നാൽ അത് ഓർമ്മ വരും. 1-ാം ക്ലാസ്സിൽ വന്നാലേ അത് ഓർമ്മ വരും. ലേണിംഗ് ക്ലാസ്സിന് പോയാലും ഓർമ്മ വരും. കുറച്ച് ദീനായിട്ട് ബന്ധമുള്ളതുകൊണ്ട് വർത്താനം പറഞ്ഞാൽ അത് ഓർമ്മ വരും. ഓർമ്മ വന്നാൽ പിന്നെ നമ്മൾ ആ TV കാണുന്ന അത്ര മനസ്സമാധാനത്തോടെ കാണാൻ പറ്റില്ല. മനസ്സിലായി? നമ്മളെ ജീവിതത്തിൽ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ചീത്ത സ്വപ്നങ്ങളെ അത്ര സന്തോഷത്തോടെ അനുഭവിക്കാൻ പറ്റില്ല. ആൾക്കാർ മറക്കാൻ ശ്രമിക്കാൻ നോക്ക്. നിങ്ങൾ എത്ര വൈദഗ്ധ്യമുള്ള ആളുകളാണെങ്കിലും എത്ര വലിയ പ്രസംഗമുള്ള ആളുകളാണെങ്കിലും നമ്മുടെ നാട്ടിൽ എത്ര പ്രസ്ഥാനങ്ങളുണ്ട് പറയില്ല. നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ മെമ്പറുമെന്ന് പറഞ്ഞാലും അവസാനം പരലോകത്തെക്കുറിച്ച് 2 വാചകം പറയാൻ അയാൾക്കും തോന്നില്ല, കേൾക്കും തോന്നില്ല. കാരണം അത് ജീവിതത്തിൽ വലിയ ഉത്തരവാദിത്തം ഉണ്ടാക്കുന്നതാണ് പ്രശ്നം. ഞാൻ ഇന്ന് ഇവിടുന്ന് ഒരു ഖുത്ബ കേട്ടു. എന്ത് മനോഹരമാണ് ഖുത്ബ. ഖുർആൻ അറബിയിൽ വിശദീകരിക്കുമ്പോൾ അതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസംഗം അദ്ദേഹം അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാം ചോദിക്കും,
ഇപ്പോൾ ധരിച്ചു വന്ന ഷർട്ടിനെ പറ്റി ചോദിക്കും. കാരണം എല്ലാവരും ഒരേ ഷർട്ടല്ലല്ലോ ഇട്ടത്, ആണോ? 5 റിയാലിൻ്റെ ഇട്ട ആൾക്കാരുണ്ട്, 50 റിയാലിൻ്റെ ഇട്ട ആൾക്കാർ. ചോദിക്കാതെക്കാൻ പറ്റില്ലല്ലോ. ഇനി ജുമാ കഴിഞ്ഞ് പോയാൽ എല്ലാവരും കഴിക്കുന്നത് ഒരേ ഭക്ഷണമല്ല. ഒരാൾക്ക് നല്ല ഭക്ഷണം അല്ലാത്തതും പടച്ചോൻ കൊടുത്തിന് പടച്ചോൻ ചോദിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരും കിടക്കുന്നത് ഒരേ റൂമിലല്ല, എല്ലാവരും താമസിക്കുന്ന ഒരേ ഫ്ലാറ്റിലല്ല. ചിലവൾ ഭാര്യമാരോടൊപ്പം ഫാമിലിയായി ജീവിക്കണം. ചില ആളുകൾ 5 കൊല്ലമായി വിവാഹം കഴിച്ച ഭാര്യയെ കൂടല്ലാതെ ഉറങ്ങാം. എല്ലാവർക്കും ഒരേ രാത്രിക്ക് ഒരേ വിചാരണ മതിയോ? ഓരോ സഹോദരങ്ങളെ എല്ലാം ചോദിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മളെ മറപ്പിച്ചു കളയുകയാണ് ഭൗതിക ജീവിതം. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن مآب. അല്ലാഹു പറയാണ്, നമ്മുടെ ജീവിതത്തെ പിടിച്ചു നിർത്തുന്ന ഘടകങ്ങളെ അല്ലാഹു വിശദീകരിക്കുകയാണ്. ഒന്ന് മക്കള്, ഒന്ന് ഭാര്യ. ഇതൊക്കെ സത്യമാണ് സഹോദരങ്ങളെ, ഞാൻ വെറുതെ പറയല്ല. ഇവരൊക്കെ നമ്മുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ തടുത്തു നിർത്തിയിരിക്കുകയാണ് മതിൽ പോലെ. നമ്മുടെ മക്കൾ, ഭാര്യമാർ, നമ്മുടെ വാഹനങ്ങൾ, സൗകര്യങ്ങൾ. സത്യമാണ് ഈ പറയണത്. നമ്മുടെ ഒരു സുഹൃത്ത്, നാട്ടിലും വിദേശത്തുമായി വർഷങ്ങളോളം കഴിച്ചു കൂട്ടിയ ഒരു സുഹൃത്ത്, അദ്ദേഹം എന്താ ചെയ്തറിയങ്ങൾ? 30 ലക്ഷമാണ് അയാൾക്ക് സമ്പാദ്യം. 30 ലക്ഷം രൂപ ഒരൊറ്റ ചെക്കിൽ അയാൾ വിഡ്രോ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ അയാളെ മകന് കോയമ്പത്തൂർ ഒരു മെഡിക്കൽ PGക്ക് സീറ്റ് കിട്ടാൻ. ഒരു വിഷമം അയാൾക്കില്ല, ഒരു വിഷമം അയാൾക്കില്ല. ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കണെങ്കിൽ ഒരു വിഷമം അയാളെ സംബന്ധിച്ചിടത്തോളമല്ല. എന്നാൽ നമ്മളൊക്കെ നമ്മളെ കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു 2 ഏക്കർ സ്ഥലം സ്വന്തമായുള്ളവൻ റോഡ് സൈഡിൽ ഒരു 5 സെന്റ് സ്ഥലം, അതിലൊരു 2.5 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് ഒരു പള്ളി എടുത്തു കൊടുത്താൽ സ്വർഗത്തിലൊരു വീട് കിട്ടുമെന്നാണ് ഹദീസ് പറയുന്നത്. അല്ലാഹുവേ, അങ്ങനെയൊക്കെയാണ് ചെയ്താൽ ആ നഷ്ടം ഒരിക്കലും മനസ്സിൽ നിന്ന് വിഷമം പോവില്ല. ഇയാൾക്ക് 30 ലക്ഷം മകന് വേണ്ടി, ഒരൊറ്റ മകന് വേണ്ടി പിൻവലിച്ചിട്ടും അയാൾക്ക് യാതൊരു വിഷമമല്ല. അയാൾ എത്ര നിർവൃതിയോടുകൂടെയാണ് ആ കാര്യം പറയുന്നത്. ഞാൻ എൻ്റെ വളരെ പഴയൊരു സുഹൃത്തിനെ ജിദ്ദയിൽ വെച്ച് കണ്ടു. അയാൾ കണ്ടപ്പോൾ കാറ് നിർത്തി സ്നേഹപൂർവ്വം ഇറങ്ങി കൈ തന്നു. എന്തൊക്കെ വർത്തമാനം. 2 മറുപടി പറഞ്ഞപ്പോഴേക്കും കാറിൽ നിന്നും ഭാര്യ ഫോൺ ചെയ്തു. മൊബൈലിൽ അയാളെ വിളിച്ച് അയാൾ ഉടനെ മൊബൈൽ കട്ട് ചെയ്തിട്ട് ഇതപ്പോൾ വരുന്നു പറഞ്ഞു. എന്നോട് സലാം പറയാൻ പോലുള്ള സാവകാശമില്ലാതെ അയാൾ കാറിൽ തിരിച്ചു കയറി. എത്രയാണ് നമ്മുടെ ഭാര്യമാർക്ക് നമ്മൾ കീഴ്പ്പെട്ടിരിക്കുന്നത് എന്ന് ബേജാറായിട്ട് കുട്ടി കിണറ്റിൽ വീണിട്ട് വിളിച്ചതല്ല. കാറ് സൈഡാക്കി ഇറങ്ങി 2 മിനിറ്റ് നിൽക്കുവാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല. അല്ലാഹു വെറുതെ പറഞ്ഞല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്യാകർഷകമാക്കി തീർന്നിരിക്കുന്നു ഈ വസ്തുക്കൾ. അതിന് മുമ്പിൽ നിങ്ങളെല്ലാം വിസ്മരിക്കുന്നു. ഒരു ദിവസം 5 നേരത്തെ ജമാഅത്ത് ഈ പരിശുദ്ധ ഭൂമിയിൽ വന്ന് നിർവഹിക്കാൻ സൗഭാഗ്യം ലഭിച്ചൊരു ചുരുക്കം ആൾക്കാരെന്നാണ് അന്വേഷിച്ചത്. 5ഉം ചിലപ്പോൾ സുബഹിക്ക് പോയിട്ടുണ്ടാവും, ചിലപ്പോൾ ലോർക്ക് പോയിട്ടുണ്ടാവില്ല. പോകാൻ പറ്റും, നിർബന്ധമാണ്. കടയടക്കണം, ഒക്കെ നിർബന്ധം. ജിദ്ദയിലെ സനായിയിൽ ക്ലാസ് കഴിഞ്ഞപ്പോൾ സുഹൃത്ത് പറഞ്ഞു, നിസ്കരിക്കാൻ ഇനിയും 10 മിനിറ്റ് ഉണ്ട്, ഒരു കട്ടൻ വെള്ളം കുടിച്ച് പോവാം. പ്രസംഗിച്ചതല്ല, ഒരു വെള്ളം ചുടുവെള്ളം ആയിക്കോട്ടെ വെച്ച് കയറി ഇരുന്ന് ഞങ്ങളെ സംസാരം ഡോറടച്ചാണ് ഇരിക്കുന്നത്. ഏതോ വഴിയൂടെ നടന്നു പോകുന്ന ഒരുത്തൻ ഡോറിൽ മുട്ടി. സ്വല. എവിടെ ഇതുണ്ടാകുക കടന്നു. അത് ഇവിടെ ഒരാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ മനസാക്ഷിക്കുത്ത് എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, നിസ്കാരം പള്ളിക്ക് നടക്കുമ്പോൾ ആ ഓത്തു ഇക്കാമത്തൊക്കെ റൂമിൽ ഇങ്ങനെ കേൾക്കണേ. എന്താ കാണുക? ആ ഒരു 5 മിനിറ്റ് പള്ളിയിൽ പോകാതെ കിടക്കുന്നവൻ അനുഭവിക്കുന്ന മാനസിക ടെൻഷൻ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ടെൻഷൻ. എന്ത് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, അത്രമാത്രം ഭൗതികത മനുഷ്യനെ തടസ്സപ്പെടുത്തുന്നു എന്നാണ് ഖുർആനാ പറയണത്. ഭാര്യമാരും മക്കളും, വൽ ഖനാതീരിൽ മുഖന്തറ ഒരുമിച്ച് കൂട്ടപ്പെട്ട സ്വർണങ്ങൾ, മിനദ്ദഹബി വൽ ഫിദ്ദ സ്വർണവും വെള്ളിയും, വൽ ഖൈലിൽ മുസവ്വമ ഒരുക്കി നിർത്തപ്പെട്ട ഖൈൽ കുതിരകൾ, വൽ അൻആം നാൽക്കാലികൾ, വൽ ഹർസ് കൃഷിഭൂമികൾ. വീടിന്റെ പണി കഴിഞ്ഞു, കടമൊന്നുമില്ല. ഇനി 1 ഏക്കർ റബ്ബറും തോട്ടം കൂടി നാട്ടിലായ ഞാൻ പോരും. ഞാൻ പറയണം സുഹൃത്തുക്കൾ, അങ്ങനെ പറയണം.
മനസ്സിലായില്ലേ? അടുത്ത പോക്കിന് അതും പൂർത്തിയായ അയാൾ പോവും. അയാൾ പോവില്ലാന്നാ ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അതിനത്രയും ബുദ്ധിമുട്ടിന് പോവും. അത് മതി, ജീവിതത്തിൽ അത് മതി, എല്ലാറ്റിനും മതി. ഞാൻ പറഞ്ഞത് ഇത് തെറ്റാന്നൊന്നുമില്ല കേട്ടോ. ഇതിലൊന്നും ഞാൻ എല്ലാറ്റിലും തൻ്റെ ദീനിനെ വിസ്മരിച്ചു കൊണ്ടാകണം. ഈ സൂറത്തിൻ്റെ ഈ ആയത്തിൻ്റെ തൊട്ടടുത്ത ആയത്ത് എന്താണെന്നൊരു സഹോദരങ്ങളെ, മക്കൾക്ക് വേണ്ടി, ഭാര്യമാർക്ക് വേണ്ടി, നല്ല വാഹനങ്ങൾക്ക് വേണ്ടി, ജീവിതത്തിൻ്റെ ഏറ്റവും ധന്യമായ അവസ്ഥകളെ ചെലവഴിക്കുന്നവർ, അള്ളാഹുവിനെ വിസ്മരിക്കുന്നവരോട് നബിയെ ചോദിക്കൂ, ഖുൽ ഹൽ ഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. നബിയെ അവരോട് ചോദിക്കൂ. തൊട്ടടുത്ത ആയത്താണ് ആരുമില്ലാന്നില്ല. അവരോടൊന്ന് ചോദിച്ചു നോക്ക്. ഈ നിങ്ങളെ അത്യാകർഷകമായി തോന്നുന്ന ഭാര്യമാര്, കുട്ടികൾ, വാഹനങ്ങൾ, ഇതിനേക്കാളൊക്കെ അല്പം കൂടെ നല്ലത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് അവരോടൊന്ന് ചോദിക്കൂ. അതെന്താണ് സഹോദരങ്ങളെ? സൂക്ഷ്മത പാലിക്കുന്നവർക്ക് കൊടുക്കുന്ന സ്വർഗമാണത്. താഴ്വാരത്തിലുള്ള നദികൾ ഒഴുകുന്ന അള്ളാഹുവിന്റെ തൃപ്തി നിറഞ്ഞ സ്വർഗം. അത് വെറുതെ കിട്ടുമോ? വല്ലാഹു ബസീറും ബിൽ ഇബാദ്. അള്ളാഹു തന്റെ അടിമകളെ കുറിച്ച് നല്ല നോക്കിയിരിക്കണം. ഞാൻ ജനിച്ച് ഞാൻ മരിക്കണ വരെ എന്നെപ്പറ്റി എന്നെക്കാളും അറിയുന്ന ആളാണ് ആര്? അള്ളാഹു. എന്നിട്ട് എൻ്റെ അർഹത നോക്കിയിട്ട് സ്വർഗത്തേക്ക് അള്ളാഹു എന്നെ കയറ്റും. ഭൗതികത നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും ലക്ഷ്യങ്ങളെയും സഹോദരങ്ങളെ വിസ്മരിച്ച് കളയും. അതുകൊണ്ട് അല്പം യാഥാർത്ഥ്യ ബോധത്തോടെ നാം നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. അതാണ് എനിക്കും നിങ്ങൾക്കും ചെയ്യാനുള്ള കാര്യം. നമുക്കൊരിക്കലും നിയന്ത്രിക്കാനാവാത്ത അതിവേഗതയിലുള്ള ജീവിത പ്രയാണത്തെ അല്പം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നിയന്ത്രണ വിധേയമാക്കുക. അല്ലാത്തവർ വിരൽ കടിക്കും, അല്ലാത്തവർ നഷ്ടത്തിലാവും. എന്തുകൊണ്ട് നിങ്ങൾ പിന്നെ നമ്മുടെ ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞ ഒരു വാക്ക്, അദ്ദേഹത്തിൻ്റെ ഫലിതങ്ങളിലൊരു ഫലിതം എനിക്ക് ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, മൗലവി നിങ്ങളെപ്പറ്റി വളരെ മോശമായ രൂപത്തിൽ ഇന്നയാൾ പറയുന്നു എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയാൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ലല്ലോ എന്നാണ്. മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും ചെറിയ ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തവരാണ് നമ്മെ ഉപദ്രവിക്കുക എന്നാണ് എൻ്റെ മായന. ശരി, ഞാൻ പറഞ്ഞു തരുന്നത് സഹോദരങ്ങളെ, ഒരു ഹലാൽ, ഒരു റിയാലിൻ്റെ പകുതി സമയത്തിൽ നിന്നും ഒരു സെക്കൻഡ് അള്ളാഹ്ക്ക് കൊടുത്തവനോട് അള്ളാഹ് നന്ദിയോടെ പ്രതികരിക്കും. അള്ളാഹ് നന്ദിയോടെ പ്രതികരിക്കും. വേറെല്ലാവർക്കൊന്നും കൊടുത്താൽ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത്. വെറുതെ പറയലേ. നന്ദിയോടുകൂടെ പ്രതികരിക്കുന്നവനാണ് പടച്ചവൻ. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബീ ലശദീദ്. നിങ്ങൾ നന്ദി ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാം. നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ എൻ്റെ ശിക്ഷ കഠിനമാണെന്ന്. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ഓർക്കൂ, ഞാൻ നിങ്ങളെ ഓർക്കും. ഇത്ര ധൈര്യത്തിൽ ഒരു പ്രതികരണം വേറെ ആരും കിട്ടും സഹോദരങ്ങളെ. ഞാൻ ഇതിന് മുമ്പ് പിന്നെ ജിദ്ദയിൽ വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, എനിക്കല്ലോ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഉമ്മനെ കാണണം, എന്നിട്ട് എൻ്റെ ഉമ്മനോട് നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം കത്തിലൂടെയും ഫോണിലും പറഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും. എന്താ ബോധ്യപ്പെടുന്നുണ്ട്? ഞാനിവിടെ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. എന്തിനാ ഉമ്മനെ ബോധ്യപ്പെടുത്തുന്നത്? കാരണം ഒരു ഇടങ്ങേറുള്ള സമയത്താണ് ഉമ്മ നാട്ടിലൊക്കെ വിറ്റ് പെറുക്കി എന്നെ പറഞ്ഞയച്ചത്. ഇപ്പം ഇടയ്ക്കൊക്കെ നാട്ടിലേക്ക് വിളിക്കുമ്പോൾ എനിക്ക് തോന്നുക അവിടെ തന്നെ നിന്നോന്ന് എന്നോട് പറയണമാതിരി തോന്നുക. അതായത് ഓർക്കൊന്നും എന്നെ വേണ്ടാത്ത മാതിരി അയാളുടെ ഒരു ഫീലിംഗ് പറയണ അയാൾ. അപ്പോൾ അല്പം ബുദ്ധിമുട്ടി നാട്ടിൽ ജീവിക്കേണ്ടി വന്നാലും നീ ഇങ്ങ് തിരിച്ചു വന്നോന്ന് ഉമ്മ പറയണമെന്ന്. അതാണ് മൂപ്പരുടെ എന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം. അതാണ്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നന്ദിയോടുകൂടെ പ്രതികരിക്കുന്നവൻ പടച്ചവനാണ്. പക്ഷെ നമുക്കെന്തറിയാം, എല്ലാവരും കാര്യം ഓർമ്മയുണ്ട്. ഒരു ദിവസം വീട്ടിലേക്ക് ഫോൺ ചെയ്തില്ലെങ്കിൽ എന്തൊരു വിഷമീകരമാണ് മനസ്സ്. എന്നാൽ അള്ളാഹുവാണ് സഹോദരങ്ങളെ നമ്മുടെ എന്തൊരു പ്രതികരണത്തിനും നല്ലതായ പ്രതികരണം തരാം. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മക്ക് നന്മയല്ലാതെ മറ്റെന്തു പ്രതിഫലം അല്ലാഹു തരും? കണക്കില്ലാത്തരട്ടി വർദ്ധിപ്പിച്ച് തരും പടച്ച തമ്പുരാൻ. ഒരു നന്മ ചെയ്യാൻ വിചാരിച്ചാൽ മതി, ഒരു കൂലി അല്ലാഹു തരും. ഒരു തിന്മ ചെയ്യാൻ വിചാരിച്ചു ചെയ്തില്ല, ഒരു പ്രതിഫലം അല്ലാഹു തരും. ഇങ്ങനെ ആരാ തരാ? 10,000 അയച്ചാൽ പോലും ഭാവിയിൽ പിന്നീട് അവർ ശത്രുക്കളായി മാറുന്നു. എല്ലാവരും കൊടുക്കണം, കൊടുക്കേണ്ടെന്നല്ല. പക്ഷേ
നാം അവരിന്ന് പ്രതീക്ഷിക്കുന്ന നന്ദി യഥാർത്ഥത്തിൽ തരാൻ അർഹന അല്ലാഹുവാണ്. വാപ്പനേക്കാളും ഉമ്മനേക്കാളും മുമ്പ് നന്ദി ചെയ്യേണ്ടത് അല്ലാഹ്ക്കല്ലേ. അനിഷ്കുറുലീ വലിവാലിദൈക് വഇലയ്യൽ മസീർ. എനിക്ക് നന്ദി ചെയ്യും, മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതം, സമയം, ആരോഗ്യം, പണം എല്ലാം അതിൻ്റെ വലിയൊരളവ് അള്ളാഹുവിൻ്റെ വേണ്ടി നമ്മൾ നീക്കി വെക്കാം. ദയവ് ചെയ്ത് അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും വിസ്മരിച്ചു പോകരുതാണ്. എന്തെങ്കിലും ഒരു മാനസിക ഉല്ലാസത്തിന് എന്തെങ്കിലും ഒരു പരിപാടി നമുക്ക് എല്ലാവർക്കും വേണ്ടേ അല്ലേ? എല്ലാവരും ചോദിക്കണ പോലെ എന്തെങ്കിലും ഒരു പരിപാടി വേണ്ടേ? വേണം. 2 പരിപാടി ഉള്ളു ആകെ. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് നമ്മളെല്ലാവരും സ്വീകരിച്ചിട്ടുണ്ടാവും. ഏതാണ് 2 പരിപാടി? ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ നല്ലവരായ ആളുകൾ പ്രവർത്തിക്കുന്ന പ്രവർത്തന കൂട്ടത്തിൽ അതിൻ്റെ കാര്യങ്ങളും CD, കാസറ്റും, സംസാരം, ക്ലാസ്സും, ലേണിംഗ് ക്ലാസ്സും ഒക്കെ ആയിട്ടുള്ള ഈ കൂട്ടായ്മയിൽ അനുഭവിക്കുന്ന ഒരു സന്തോഷം, അതൊരു ഭയങ്കര സന്തോഷമാണ്. ജീവിതത്തിൽ എവിടെയും കിട്ടാത്തൊരു സന്തോഷമാണ്. ഞാൻ നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവജന സംഘടനയുടെ ഒരു ഭാരവാഹിയാണ്. വളരെ വർഷങ്ങളായിട്ടുള്ളവരാണ് എൻ്റെ സഹപ്രവർത്തകർ. വളരെ കൊല്ലങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ സഹപ്രവർത്തകരാണ് സംഘടനാ രംഗത്ത്. എനിക്കിന്നറിയാൻ പറ്റും, സ്വന്തം വീട്ടിൽ പോലും മനസ്സുകൾ 2 തട്ടിലാവും. അയൽവാസികൾ തമ്മിൽ ഒരു സ്റ്റാഫ് റൂമിൽ 5 ആളുണ്ടെങ്കിൽ 3 ആൾ വേറെയും 2 ആൾ വേറെയാണ്. പക്ഷെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഞങ്ങളുടെ ആ കൂട്ടായ്മയിൽ 5-8 പേരിൽ ആരും മാനസികമായൊരു ശത്രുത പുലർത്തുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അതൊരു സന്തോഷം തന്നെയാണ് ഈ പ്രവർത്തന മേഖല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വജബത്ത് മഹബ്ബതി ലിൽ മുതഹബ്ബീന ഫിയാ. എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരുടെ മേൽ എൻ്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു. വൽ മുതജാലിസീന ഫിയാ. എനിക്ക് വേണ്ടി പരസ്പരം കൂടിയിരിക്കുന്നവരിൽ. വൽ മുതബാദിലീന ഫിയാ. എനിക്ക് വേണ്ടി ചിലവഴിക്കുന്നവരിൽ. വൽ മുതസാവിരീന ഫിയാ. എനിക്ക് വേണ്ടി പരസ്പരം സന്ദർശിക്കുന്നവരിൽ. അതന്നെ ജീവിതത്തിലൊരു ഭയങ്കര അനുഭവം. ദീനിന്റെ പേരിൽ അങ്ങോട്ട് കാണാൻ പോവുക, അങ്ങോട്ട് ഫോൺ വിളിക്കുക, ഒന്നിച്ചിരിക്കുക, ചർച്ച ചെയ്യുക, അങ്ങോട്ട് കൊടുക്കുക, അങ്ങോട്ട് വാങ്ങുക. ഇത് വല്ലാത്തൊരു അനുഭവം. ഈ സമാധാനം വേറെ എവിടെ നിന്നും കിട്ടില്ല. ഇപ്പം ഈ 1 മണിക്കൂറുണ്ടല്ലോ ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം, ഒരു 100 ആലോചനകളൊക്കെ കൊണ്ട് ചൂട് പിടിച്ച മനസ്സിൽ ഒരു നല്ല ഒരല്പം വെള്ളം കുടയണ പോലെ ഒരു സമാധാനം ഇങ്ങനെ കിട്ടും ഈ ഇരുത്തത്തിന്. മനസ്സിലെ അത് ഈ ഇരുത്തത്തിന് കിട്ടും. ഇത് ജീവിതത്തിൻ്റെ അനുഭവം. ഇതല്ലാത്തവർക്ക് എന്താ മാർഗം? മനസ്സിനെ സന്തോഷിപ്പിക്കാൻ അടുത്ത മാർഗം എന്താ? അടുത്ത മാർഗം എന്തെങ്കിലും തോന്നിയാസങ്ങൾ ഭയങ്കരമാണ്. എന്തെങ്കിലും തോന്നിയാസം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നപ്പോൾ ഒരു സ്ഥലത്ത് ഒരു യൂണിറ്റിലെ ആൾക്കാരോട് ചോദിച്ചു, എന്താ ഇവിടെ ഇപ്പോൾ ആൾ കുറവായത്? അന്ന് ഞാൻ വന്നപ്പോൾ അല്ലോ ഏഷ്യാനെറ്റിൻ്റെ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെ എങ്ങനെ ആയതെന്ന്. സൗദി അറേബ്യയിൽ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം. സുഹൃത്തുക്കളെ, ഏറ്റവും വൃത്തികെട്ട ഒരു മനുഷ്യൻ നോക്കുന്നതും ആ സ്ക്രീനിക്കാണ്. അയാൾക്കായിട്ട് വേറെ ചാനൽ, നമ്മൾ നോക്കണോ ആയിരുന്നു. എന്താ വ്യത്യാസം? ഞാൻ പറഞ്ഞ ആ ഒരു എൻ്റർടൈൻമെൻറ്റ്, ആ ഒരു സന്തോഷത്തിന് എന്തെങ്കിലും ജീവിതത്തിൽ സമാധാനം തരാൻ പറ്റും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ഞങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞത്, ഞാനിപ്പോൾ ഒരു ടൗണിലാണ് താമസിക്കുന്നത്. എൻ്റെ തൊട്ടടുത്ത തിയേറ്റർ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ചിത്രങ്ങൾ ഓടുന്ന തിയേറ്ററാണ്. ടൗണിൽ ഉള്ളിലാണ് കൊടുക്കുന്നുണ്ടായിരിക്കുന്നത്. ഇന്ന് വരെ ഒരു ഫാമിലി ഒന്നിച്ച് അവിടേക്ക് സിനിമ പോകണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. കാരണം മക്കളെയും ഭാര്യനെയും കൂട്ടി പോകാൻ പറ്റിയ സിനിമയല്ല അവിടെ ഉള്ളത്. ഇതുവരെ കണ്ടിട്ടില്ല. ഒരതിശയോക്തി ഇതില്ലട്ടോ ഈ വർത്തമാനത്തിൽ. ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് ഓടിക്കതച്ചാണ് ഈ ആളുകൾ ഇതിലേക്ക് ഓടി വരുന്നത്. എന്നാൽ ഇത് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നവൻ്റെ മുഖത്ത് നമുക്കൊരു ചെറിയ സംതൃപ്തി കാണണ്ടേ? കാരണം ഇത്രയും താല്പര്യപൂർവ്വം വന്നൊരു കാര്യം സാക്ഷാത്കരിച്ച് പോകുമ്പോൾ എൻ്റെ മുഖത്ത് ആ ഒരു നേട്ടത്തിൻ്റെ തൃപ്തിയില്ലാത്ത എന്താ ഉണ്ടാവില്ല. എന്ന മായത്തിൽ നിങ്ങൾ 2-3 മണിക്കൂർ TV-ൻ്റെ മുമ്പിൽ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് സമാധാനം കിട്ടാനാണല്ലോ ഈ നോക്കിയിരുത്തും. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ സമാധാനത്തോടെ എഴുന്നേറ്റ് പോകുന്ന ഒരാളെ നിങ്ങൾക്ക് പറയാൻ പറ്റും? മനസ്സിൽ 100,000 ആശങ്കകളുമായിട്ട്. ഇതൊക്കെ പ്രകൃതിക്ക് വിരുദ്ധാണ്, മനസ്സാക്ഷിക്ക് വിരുദ്ധാണ്. ഉള്ള സുഖം മുഴുവൻ നശിപ്പിച്ചത് ആ സ്ക്രീനാണ്. ശരി, വ്യഭിചാരത്തിന് പശ്ചാത്താപം സ്വീകരിക്കപ്പെടുകയില്ലെന്ന് ഒരു ഹദീസിന്റെ ആശയത്തിലുണ്ട്. അള്ള പൊറുക്കുന്നുള്ള ഉറപ്പിലാണ് എല്ലാവരും ചെയ്യണത്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവരെ അവൻ ശിക്ഷിക്കും, ഇഷ്ടമുള്ളവർക്ക് പുറത്തു കൊടുക്കാൻ അർഹത ഉള്ളവർക്ക് പടച്ചവൻ പുറത്തു കൊടുക്കുള്ളൂ, അല്ലാത്തവർക്കൊക്കെ ഒന്നും പുറത്തു കൊടുക്കൂല. ഇതിലേതിലാണ് നമ്മൾ ഒന്നാണ്ട് ആലോചിച്ചാൽ
അല്ലേ? ജീവിതത്തിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള മാർഗമാണല്ലോ നമ്മുടെ അന്വേഷണം. രണ്ടിലൊരു മാർഗത്തിലാണ്. ഒന്നില്ലെങ്കിൽ ഈ കൂട്ടായ്മയിൽ ഒരു മെമ്പറായി കിട്ടുന്ന സുഖം അവിടേക്ക് വരുന്നതിനെ ആലോചിച്ചുകൂടാ ചില ആളുകൾക്ക്. മനസ്സിലായി? രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്, എന്തെങ്കിലും അങ്ങോട്ട് വായ നോക്കിയിരിക്കാം, ഇല്ലെങ്കിൽ വെറുതെ ആണും പെണ്ണും കൂടിക്കലർന്ന ഷോപ്പിംഗ് കോംപ്ലക്സുകളിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് വായ നോക്കി നടക്കുക. ഇതൊക്കെയാണോ മനസ്സിൻ്റെ സന്തോഷം? സഹോദരങ്ങളെ, സമാധാനം കിട്ടൂല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ മനസാക്ഷി കുത്തില്ലാതെ മനോവിഷമില്ലാതെ ജീവിക്കണമെങ്കിൽ അള്ളാഹ് കാണിച്ചെന്നൊരു വഴിയുണ്ട്. ആ വഴിക്ക് നീങ്ങാനേ പറ്റും. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ശക്തി മുറിഞ്ഞു പോകാത്ത, അറ്റുപോകാത്ത, ദ്രവിച്ചു പോകാത്ത, പ്രകാശത്തിനെ മങ്ങലേൽക്കാത്ത അതിശക്തമായ ഒരു ദീപം, അതാണ് ഖുർആൻ എന്നാൽ. ആ ഖുർആനുമായുള്ള ഹൃദയ ബന്ധം തന്നെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം. മനസ്സിലായി? ആ ഖുർആനിനോടുള്ള ബന്ധം അത് നിങ്ങൾ ഏറ്റവും പ്രധാനമായി കൊണ്ടുനടക്കുക. അതല്ലാതെ സഹോദരങ്ങൾ ഈ രംഗത്ത് ഉറച്ചു നിൽക്കാനൊരു മാർഗമല്ല, വേറൊരു വഴി. ഞാൻ പറഞ്ഞു, നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ സുഹൃത്തുക്കളെ. ഇന്ന് പോയിട്ട് അര പേജ് ഇരുന്ന് ഓതിയ ദിവസവും ഓതാത്ത ദിവസത്തെയും മാനസികാവസ്ഥ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ ലൈറ്റൊക്കെയാണ് ഓഫാക്കിയിട്ട് ഒരു മെഴുകുതിരി ഇവിടെ കത്തിച്ച് വെച്ചാൽ നമ്മളൊക്കെ മനസ്സിലുണ്ടാവുക മങ്ങൽ ഉണ്ടാവില്ലേ? നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവുക മങ്ങൽ. ഹിദായത്തുള്ളവന്റെ മനസ്സിനെ അള്ളാഹ് ചിത്രീകരിച്ചത് സൂറത്തുൻ നൂറിൽ അങ്ങനെയാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. വിളക്ക് മാത്രമല്ലത്, വിളക്കുമാടത്തിലാണ്. എല്ലായിടത്തും വെളിച്ചം സ്പ്രെഡ് ചെയ്ത് പോകില്ല. സ്പടികാണ് അതിന്റെ സ്റ്റാൻഡ്. മേലെ കത്തുന്ന അത്ര പ്രകാശം അതിലൂടെ സ്വീകരിക്കും. എണ്ണയില്ലാതെ കത്തുന്ന നൂറുൻ അലാ നൂർ എന്നാണ്. നൂറുൻ, വെളിച്ചത്തിനുമേൽ വെളിച്ചം. അതാണ് ശരിക്കുള്ള പ്രകാശം. എന്നാൽ അല്ലാത്ത മനസ്സിനെ അള്ളാഹു ചിത്രീകരിക്കുന്നത് എങ്ങനെയറിയെങ്കിൽ കടലിൻ്റെ അടിയിലെ ഇരുട്ടിനോടാണ്. ആ ഇരുട്ടിൽ രണ്ട് കൈയും പൊന്തിച്ച് നിൽക്കുന്നവനെ ആരു കാണാൻ, ആരു രക്ഷിക്കാൻ, ആരു മോചിപ്പിക്കാൻ? മേലെ കാർമേഘം, തിരമാലകൾക്ക് മേലെ തിരമാലകൾ, അതൊക്കെ ഇരുട്ട് സൃഷ്ടിക്കാൻ. സൂര്യൻ്റെ ഒരു കിരണം പോലും എത്താത്ത കടലിൻ്റെ അഗാധതയിൽപ്പെട്ടവനെ പോലെ ജീവിക്കാം. പേടിച്ചും ഭയന്നും അസ്വസ്ഥമായും ജീവിക്കാം. ഈ വെളിച്ചം ഖുർആനാണ്. അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ നിന്നും കിട്ടുന്ന സമാധാനം. ഖുർആൻ പഠിക്കുക, വേറെ നിവർത്തില്ല. ഖുർആൻ നിങ്ങൾ ഓതണം. ഇവിടുത്തെ പള്ളിയിൽ ചെല്ലുമ്പോൾ കാണാണ് എന്തരും ഈ നാട്ടുകാരായ അറബികളൊക്കെ എന്താ വെച്ചാൽ ഇക്കാമത്ത് കൊടുക്കാൻ 2 മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ അവർ മുസ്താഫ് എടുത്ത് ഓതും, അപ്പോൾ ഇക്കാമത്ത് കൊടുക്കും. നമ്മളോ കുറ്റപ്പെടുത്തല്ല കേട്ടോ, അവലോകനാണ്, ആത്മവിമർശനാണ്. ആ പള്ളിൻ്റെ മുറ്റത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞു നിൽക്കുക, ഇക്കാമത്തനെ കൊടുത്തിട്ട് കയറുന്നതാണ് സമാധാനം. 2 റക്അത്ത് കഴിഞ്ഞാൽ അത്രയും നല്ല, ബാക്കി 2 റക്അത്ത് വേഗം നിസ്കരിച്ചിന് പോരാനോ എന്നാണ് പലപ്പോഴും ആൾക്കാർ വിചാരിക്കും. മനസ്സിലായി? വ്യത്യാസം മനസ്സിൻ്റെ അവസ്ഥ. ഖുർആൻ ഓതാറിനാൽ വെറും ആ ഹർഫുകൾക്കുള്ള പ്രതിഫലം മാത്രമല്ല. യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. ഹൃദയത്തിന് സമാധാനം കിട്ടും. ചിലപ്പോഴൊക്കെ ചെറിയ ബേജാറും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ കാസറ്റിൽ എപ്പോഴും ഉണ്ടാവും ഖുർആൻ. ഒന്നാണ് ഓണാക്കി വെച്ചാൽ സമാധാനം. നിങ്ങളിവിടെ ടാക്സി പോകണം, ടൈമോസ് വിളിച്ചു പോകണമെങ്കിൽ പല ഡ്രൈവർമാരും 24 hours ഖുർആനിലേക്കാണ്. എന്താ ഓൽക്കത് ഓഫാക്കാൻ തോന്നാത്തത്? വെറുതെ ഓണാണത്, കൈവച്ച് ഓണാക്കണതാണത്. അത് കേൾക്കുന്നതിലൊരു പ്രത്യേക അവസ്ഥ ഉണ്ട്. ഖുർആൻ പാരായണം ചെയ്യാതെ കേൾക്കുക, ഓരോ ഹർഫുകൾക്കും. അള്ളാന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടം. നിർബന്ധമായിട്ട് ഞങ്ങൾ വേണം ആഴ്ചക്ക് ഒരു ദിവസം 1 മണിക്കൂർ നിങ്ങൾ ലേണിംഗ് ക്ലാസ്സിൽ പോകണം, ഖുർആൻ പഠിക്കണം. ഇവിടെ ഇങ്ങനെ സൗകര്യമുണ്ട്. സഹോദരങ്ങൾ ആലോചിക്കും, ഞാൻ ഇവിടുത്തെ ജാലിയാത്തിൽ പോയിട്ടുണ്ട് വരും. എത്ര വിശാലമായ സൗകര്യമാണ് ഈ ഗവൺമെന്റ്. നമ്മളൊക്കെ നാളെ പടച്ചവനെ മുമ്പ് ചെന്നാൽ ഉത്തരം പറഞ്ഞാൽ മതിയാവില്ല. കാരണം അത്ര സൗകര്യമാണ് ഇവിടെ. മലയാളത്തിലുള്ള ലഘുലേഖ പുസ്തകങ്ങൾ നിങ്ങൾ ഇരുന്ന് വായിച്ചാൽ തീരാത്തത്ര പുസ്തകം വെറുതെ കിട്ടണേ. ഒരു ചായ കുടിക്കണമെങ്കിൽ നാടത്തെ 10 രൂപയാണ് അവിടെ. വെറുതെ തീരെയാണ് പുസ്തകം, ലഘുലേഖ, ഖുർആൻ പരിഭാഷ 30 ജുസിൻ്റെത്. നാട്ടിൽ 450 ഉറുപ്പിക എടുക്കണം. മനസ്സിലായി? നമുക്കൊന്നും വേണ്ട, നിർബന്ധം നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങൾ പങ്കെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പടച്ചോനോട് മറുപടി പറയേണ്ടി വരും. ഖുർആനുമായുള്ള ബന്ധം
ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ നിലനിർത്താനുള്ള ഒന്നാമത്തെ പരിഹാരം. രണ്ടാമത്തെ എനിക്ക് പറയാനുള്ളത് നിസ്കാരം തന്നെ. സഹോദരങ്ങളെ, നമസ്കാരം എന്ന് പറഞ്ഞാൽ പല സൈസ് നിസ്കാരമുണ്ട്. ഇവിടുത്തെ ഈ കറുപ്പന്മാരുണ്ടല്ലോ, ഈ പറയണ എന്തവർക്ക് പറയാൻ എനിക്കറിയില്ല. ഇവർ കാണാം ജിദ്ദയിലാണ്, ഇവിടെ ഞാൻ അധികം നിൽക്കാം, ജിദ്ദയിലാണ് അധികം നിന്നത്. അവിടെ ഉണ്ടാവും ആ സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, എവിടെയെങ്കിലും റോഡിൻ്റെ സൈഡിൽ നിന്നിട്ട് അവർ നിസ്കരിക്കും. ആ നിസ്കാരം സുജൂദിക്ക് പോണിന് മുന്നേ അവർ നീച്ചിട്ടുണ്ടാവും. മനസ്സിലായി? ഒന്നും ചിലരുണ്ടാവില്ല. ഒലുവക്കാരൻ ഒരു കഥയാണ്. ഇത്ര വെള്ളം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, എല്ലാ ഒലു എല്ലാ പരിപാടി കൂലി അടക്കം കഴിഞ്ഞു അവർ. അപ്പോൾ ഒലു ശരിയാവണമെന്നില്ല, രൂപം ശരിയാവണമെന്നില്ല. ഞാൻ പറഞ്ഞൊരു നിർബന്ധിക്കപ്പെടുമ്പോൾ റൂമിൻ്റെ ഏതെങ്കിലും മൂലക്കെ ഉറക്കം കൂടി ശരിക്ക് പോകാതെ നീച്ച് ഒന്നും കൂടി നേരല്ലാതെ നിസ്കരിച്ച് പോകണം നിസ്കാരം പറഞ്ഞാൽ അതൊരു അവഹേളനമാണ്. ഭക്തിയോടുകൂടെ ശരിയായ നമസ്കാരം. ഏറ്റവും പ്രധാനം സമയം. എത്ര വൈകി വന്നാലും സുബഹിക്ക് ഉണരണം. പിശാച് വിളിക്കുമ്പോൾ എഴുന്നേൽക്കുന്നവനെ പിശാച് കൊണ്ടടക്കും. അലാറം വെച്ച് സമയം നിർണയിച്ച് എനിക്ക് വേണ്ടി ഞാൻ ഉണരുമ്പോൾ ഞാൻ എൻ്റെ നിയന്ത്രണത്തിലാവും. അങ്ങനെയല്ല ഉണ്ടാകുക. ശൈത്താൻ വന്ന് വിളിക്കുമ്പോൾ നീച്ചാൽ ശൈത്താൻ കൊണ്ടുവന്ന് പോവുക. ഞമ്മക്കൊരു സമയം ഉണ്ടാവില്ലേ, പള്ളിത്തെ ജമാഅത്തൊക്കെ നോക്കിയിട്ട് അപ്പോൾ ഉണർന്നാൽ അതിനനുസരിച്ച് നിസ്കാരം വളരെ പ്രധാനം. സഹോദരങ്ങൾ, ഒന്ന് ജോലി കഴിഞ്ഞ് വന്ന് ആ പൈപ്പൊന്ന് തുറന്നൊരു തണുത്ത വെള്ളം തലയിലൂടെയും ദേഹത്തൊക്കെ ആക്കി ഒന്ന് തോർത്തി വന്ന് എന്തൊരു സുഖമാണ് അതിൻ്റെ സുഖം. ഞാൻ പറഞ്ഞ ഖുർആൻ പറയണത് പ്രാചീനമായി വിശദീകരിക്കുന്ന നിസ്കാരം തന്നെ അതിനേക്കാളും വലിയ സുഖമെന്നാണ്. ഒരു നേരത്തെ നിസ്കാരം കഴിഞ്ഞാൽ ആഴം പരപ്പമുള്ള നദിയിൽ നിന്ന് കുളിക്കുന്നതിനേക്കാളും വലിയ സംതൃപ്തി മനസ്സിന് കിട്ടുന്നവൻ നിസ്കാരം കൊണ്ട് അതിന് കിട്ടണം. നിസ്കാരത്തെക്കാളും ആനന്ദകരമായി മറ്റെന്തുണ്ട്? എല്ലാം മറന്ന് ലയിച്ചു നിന്നിരുന്നതാണ് പ്രവാചകന്റെ നമസ്കാരം. ജീവിതത്തിലെ ഏറ്റവും ഒന്നും പേടിക്കാനില്ല, കാരണം പടച്ചോന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. എന്ത് പേടിക്കാൻ? നിസ്കാരത്തിന്റെ സമയം മാത്രമാണ് ജീവിതത്തിന്റെ സർവ്വബന്ധങ്ങളും വിച്ഛേദിച്ച് അനുഭവിക്കുന്ന ഏറ്റവും ആനന്ദകരമായ സമയം. നിസ്കാരം അങ്ങനെ അനുഭവിക്കണം. ദിക്റുകൾ വേണം, ദുആകൾ വേണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകളൊക്കെ ആളുകൾ വിസ്മരിച്ചു പോയിക്കും. എന്താപ്പം അള്ളാഹ്ക്ക് അറിയില്ല നമ്മുടെ അവസ്ഥ എന്നാണ് പല ആൾക്കാർ ചോദിക്കും. പടച്ചോനെ അറിയില്ല ഇപ്പം ഞാൻ അങ്ങനെ നടക്കും. സഹോദരങ്ങളെ, മത്സ്യത്തിൻ്റെ വയറ്റിലാണ് യൂനുസ് നബി എന്ന് അള്ളാഹ് അറിഞ്ഞിട്ടില്ലേ? ഇബ്രാഹിം നബിക്ക് മക്കളില്ലെന്ന് വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുമ്പോഴും അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടാ? സക്കരിയ നബി അലൈഹി സ്വലാം അവശനായി കിടക്കുമ്പോൾ തനിക്ക് സന്താനങ്ങളിൽ നിന്ന് അള്ളാഹിനോട് കരഞ്ഞു പറയണോ? അള്ളാഹ്ക്ക് അറിയില്ല. തായിഫിൽ നിന്ന് പ്രവാചകനെ എറിഞ്ഞോടിക്കുമ്പോൾ ആ അവസ്ഥയെ അള്ളാഹ്ക്ക് അറിയില്ലേ? ബദർ രണാങ്കണത്തിൽ അപ്പുറത്ത് ആയിരക്കണക്കിന് ആളുണ്ടെന്ന് അറിയില്ലേ? അള്ളാഹ്ക്ക് അറിയില്ലേ? ഒരു 300 ആളുള്ളൂ. തോളിലിട്ട മുണ്ട് താഴത്തേക്ക് വീണ് പ്രവാചകൻ തിരുമേനി പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് എന്നവർ ആ മുണ്ടെടുത്ത് പ്രവാചകന് കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ, അള്ളാഹു നിങ്ങളെ കൈവിടില്ല, എഴുന്നേറ്റ് പോരൂ എന്ന് പറഞ്ഞിട്ടാണ് ബദറെന്ന് പിടിച്ചു കൊണ്ടുപോണത്. അതുവരെ പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാത്തതുകൊണ്ട് മാത്രം എനിക്കും നിങ്ങൾക്കും വന്ന നഷ്ടത്തിൻ്റെ ആഴം വേറൊന്നുകൊണ്ടും വന്നിട്ടില്ല. ചോദിക്കാഞ്ഞിട്ടേ, പടച്ചവനോട് ചോദിക്കാതെ നഷ്ടപ്പെട്ടു പോയതേറെയാണ്. ആത്മാർത്ഥമായി ചോദിക്കുക. ചോദിച്ചാൽ പടച്ചു തരും. പ്രാർത്ഥനൻ്റെ ശക്തി നമ്മുടെ നാട്ടിലുള്ളവർ അതിന് അനുഭവമാണ്. ഖബർ കിടക്കുന്ന വാപ്പാക്കും ഉമ്മാക്കും ഒത്തുണ്ട് ദ്വയർന്ന്. അതിനെ കിലോമീറ്ററുകൾ പ്രശ്നമല്ല, വർഷപ്പഴക്കങ്ങൾ പ്രശ്നമല്ല. ജനിക്കാൻ പോകുന്ന അടുത്ത തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു ജനനത്തിൻ്റെയും നിയോഗത്തിൻ്റെയും നിമിത്തങ്ങളിൽ ഒന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനയെന്ന് ഖുർആനിലുണ്ട്. പ്രാർത്ഥനയ്ക്ക് അത്ര ശക്തിയുണ്ട്. മക്കൾക്ക് വേണ്ടിയുള്ള പിതാവിൻ്റെ പ്രാർത്ഥന നിരസിക്കൂല, യാത്രക്കാരൻ്റെ പ്രാർത്ഥന നിരസിക്കൂല, ജൗഫുൽ ലൈലിലുള്ള പ്രാർത്ഥന, രാത്രിയുടെ അന്തരാളങ്ങളിലുള്ള പ്രാർത്ഥന അള്ളാഹു നിരസിക്കൂല. സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുക. വിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കാൻ ശ്രമിക്കുക. ദിക്റുകളും ദുആകളും ഉണ്ടാകുക. ഖുർആൻ പഠനവും വായനയും എല്ലാം നമ്മൾ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ജീവിതം യഥാർത്ഥമായ അർത്ഥത്തിൽ നിർവഹിക്കേണ്ട കാര്യം നിർവഹിച്ചില്ലെങ്കിൽ നഷ്ടത്തിലായി പോകും. മരിച്ചുകൊണ്ട് കിടക്കുമ്പോഴേക്കിനും നമ്മുടെ ദേഹത്ത് കിടക്കുന്ന ഒരു വസ്ത്രത്തിന് പോലും അനന്തരാവകാശം ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊരു ചെറിയ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരിച്ചു. അയാളുടെ വാപ്പ പിറ്റേത്തെ ആഴ്ച അങ്ങാടിക്ക് വരുമ്പോൾ അവൻ്റെ ഷർട്ട് ഇട്ടിട്ടാണ് വരുന്നത്. ഏതോ ഒരു തല്ലുംപിടിയിൽ മരിച്ച മകൻ്റെ ഷർട്ട് ഇട്ടിട്ടാണ് വരുന്നത്. ആ ഷർട്ട് പോലും ധരിക്കാൻ അനന്തരാവകാശികൾക്ക് കഴിയുമെന്നാണ് ഞാൻ കാണുന്നത്. തെറ്റൊന്നുമില്ല, വിധിട്ടുണ്ടതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്നാലും ആ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കും. ദിവസങ്ങളെ ആവശ്യമുള്ളൂ, എല്ലാം മറക്കാൻ.
പക്ഷെ ഓഹരി വെച്ചെടുക്കാൻ പറ്റാത്തതാണ് എന്ത് കാര്യങ്ങൾ? നിങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ നമസ്കരിച്ച നമസ്കാരങ്ങൾ, ദിക്റുകൾ, ദുആകൾ, ഇതൊന്നും ആർക്കും ഓരിച്ചു കൊടുക്കണ്ട. ഇതൊക്കെ നമുക്ക് സ്വന്തം കൊണ്ടാകണം. പറയും ജീവിതത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് ഇതൊക്കെ ചെയ്യും. അതുകൊണ്ട് ആ ലക്ഷ്യത്തിൽ നിന്ന് വിസ്മരിക്കാതിരിക്കാൻ ഈ ബന്ധങ്ങളിൽ സജീവമായി ജീവിക്കുക എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താണ്. സഹോദരങ്ങൾ, 1-2 കാര്യങ്ങൾ ഈ ഗൾഫിലെ പ്രവാസി സുഹൃത്തുക്കൾ എന്ന നിലക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ. ക്ലാസ് തൽക്കാലം തീർന്നു നിങ്ങൾ വിചാരിക്കുക, 1 മണിക്കൂറായി തോന്നുന്നു. എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണ നാട്ടിലത്തെ പോലെയല്ല ഇവിടെ ഇരിക്കണമെന്നൊന്നും. രാമനാട്ടിൽ പ്രസംഗിക്കുമ്പോൾ രാമനാട്ടുകാരല്ലേ നമ്മൾ മുന്നിലുണ്ടാകും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പ്രസംഗിക്കുമ്പോൾ ദശക്കണക്കിന് പ്രദേശങ്ങളുടെ പ്രതിനിധികളാണ് നിങ്ങൾ. ഓരോ നാട്ടിൻ്റെ ഖലീഫമാരാണ്. കേരളത്തിലെ ഏതൊരു കുഗ്രാമത്തിൻ്റെയും തൗഹീദി പരിവർത്തനത്തിന് പിന്നിൽ ഒരു പ്രവാസി സുഹൃത്തുണ്ട്. ഒരു വിദേശത്ത് വന്നൊരാൾ. പഴയ മുജാഹിദ് സ്ഥലമല്ല, എടത്തനാട്ടുകരയോ അരീക്കോടോ ഒതായിയോ കോഴിക്കോടോ ഒന്നല്ല ഞാൻ പറയുന്നത്. കുഗ്രാമങ്ങളുടെ പരിവർത്തനത്തിന് പിന്നിൽ ഒരു ഗൾഫ് സുഹൃത്തുണ്ട്. അയാളുടെ പണമുണ്ട്, വിയർപ്പുണ്ട്. എനിക്കറിയാം, നാട്ടിലേക്ക് വരുന്ന ഒരാഴ്ച മുന്നേ വിളിക്കും, ഡേറ്റ് വാങ്ങും. പിന്നെ 15 ദിവസം ഉണ്ടാവുള്ളൂ ഇവിടെ പോരാനേ. 14ാമത്തെ ദിവസക്കാരൻ പ്രസംഗം വെച്ചിട്ടുണ്ടാകും. അതുവരെ പ്രസംഗത്തിന് ആളെ ക്ഷണിച്ച് 14ാമത്തെ ദിവസം പ്രസംഗം കഴിഞ്ഞ് 15ാമത്തെ ദിവസം അതിന് CD എടുത്ത് മൂപ്പരെടുത്ത് പോരും. മനസ്സിലായി? നാട്ടിൽ കൊല്ലത്തിലൊരിക്കൽ വരുന്ന 15 ദിവസം അങ്ങനെ ചെലവഴിക്കുന്ന ആൾക്കാർ, എത്രയോ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ. സുഹൃത്തുക്കളെ, ഈ ദഅവത്ത് നിങ്ങൾ ഓരോരുത്തരും നിർവഹിക്കണം. ഏറ്റവും പ്രധാനം, നമ്മുടെ വാപ്പ, ഉമ്മ, ബന്ധുക്കൾ, കുടുംബങ്ങൾ ഇവരൊക്കെ സത്യം അറിയാതെ കിടക്കാണ്. 3 റിയാൽ കൊടുത്താൽ CD കിട്ടുവിടും. ആരെങ്കിലും നാട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടാണ്ടോ എന്ന് ചോദിക്കുമ്പോഴേ കുട്ടിക്കൊരു കളിപ്പാവയോ സൈക്കിളോ ഒരു മൊബൈൽ ഫോണോ കൊടുത്തയക്കില്ല. അപ്പുറം ഒരു CD എടുക്കുക, നമ്മളെ പേരും അഡ്രസ്സൊക്കെ ഭംഗിയായിട്ട് എഴുതി കൊടുത്തയക്കാം. അത് മാത്രം. എന്തായാലും എത്ര എതിർപ്പുള്ളവരാണെങ്കിലും നമ്മളെ കൈകൊണ്ട് കൊടുത്തയച്ചൊരു സാധനമല്ലേ, ഒന്ന് ഇട്ടുപോകാന്ന് ഉമ്മ പറയാതിരിക്കൂല. അതന്നെ കാണും. ഒരൊറ്റ CD മതി ഒരു മനസ്സ് മാറാൻ. നിങ്ങൾ ഒരിക്കലും ഉദാസീനമായി കാണരുത്. ഒരു പ്രവാസി സുഹൃത്ത് എന്നോട് പറഞ്ഞാണ്, ഉമ്മക്ക് എന്ത് പറഞ്ഞു കൊടുത്തിട്ട് ഉമ്മക്കൊരു മാറ്റവും കാണില്ല. കഴിഞ്ഞ ദിവസം ഉമ്മനോട് പറഞ്ഞപ്പോൾ ഉമ്മ പറയണത് എന്താണെന്ന് വിചാരിച്ചാൽ, അണക്ക് ആരാണ്ടാകുക പരലോകത്ത് എന്നാൽ അല്ല മാത്രം, ഞങ്ങൾക്കൊക്കെ എത്ര ആൾക്കാരുണ്ട് എന്നറിയുന്നു. ആ വിശ്വാസത്തേക്ക് എങ്ങനെ മാറ്റുന്നതാണ് അയാൾ. നമുക്ക് ചെറിയൊരു തമാശ തോന്നിയാലും അവൻ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു. വളരെ വൈകാരികമായൊരു അന്തരീക്ഷത്തിലാണ്. എന്നിട്ട് ഇപ്പം അവസാനം തരും ഉള്ളതിൽ നിന്ന് മിച്ചം പിടിച്ച് ഉമ്മനൊന്ന് കൊടുന്ന് നമ്മളൊപ്പം ഒന്നാണ് താമസിപ്പിച്ചു നോക്കാന്നാണ് അവസാനത്തെ തീരുമാനം. ഇതൊക്കെ സഹോദരങ്ങളെ, ശരിക്കിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, നരകവും സുഖവും, ഇതൊക്കെ ബോധ്യപ്പെട്ടവർക്ക് ഇതൊക്കെ ഒരു വിഷയമാണ്. കാരണം എല്ലാം മറന്നാലും നരകം കാണുമ്പോൾ മനുഷ്യൻ ജീവിതത്തിൻ്റെ സർവ്വസുഖങ്ങളും മറക്കും. പിന്നെ ഭൂമിയും നാടും മക്കളെയും കുട്ടികളെയും ഒക്കെ കൊടുത്തിട്ട് കഴിച്ചിലാക്കി തരുമെന്നാണ് അവിടുന്ന് മനുഷ്യൻ ചോദിക്കുക. അങ്ങനത്തെ ഒരു രംഗം മനുഷ്യന് വരുമ്പോൾ ഒന്ന് ആലോചിക്കണം. അറിയാതെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. ഞാൻ എപ്പോഴും പറയണ്ട, എത്ര നഷ്ടം ഈ നാട്ടിൽ വന്ന് ജീവിച്ചിട്ടുണ്ടായാലും വേണ്ടിയില്ല, ഇവിടുന്നാണ് ഈ ഹിദായത്ത് കിട്ടിയെന്നുണ്ടെങ്കിൽ മുതലായതേ വേണം. ഈ സത്യത്തിന്റെ വെളിച്ചം ഇവിടുന്നാണോ കിട്ടിയത്, എന്നാൽ ഈ ജീവിതത്തിൽ ഇനി എന്ത് നഷ്ടം വന്നാലും എന്തായി, ഇത് മുതലായി. ഇങ്ങനെ അപ്പുറമൊന്നും വേണം. ഇത് പറയാണ്ടവർ ഒട്ടേറെ ആൾക്കാർ ഇവിടെ ഉണ്ട്, കലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാർ. ഓലൊക്കെ പിടിച്ചുകൊടുന്നതൊന്ന് കേൾപ്പിച്ചാൽ അവനേതു കാലത്തും നിങ്ങളെ മറക്കൂല. മനസ്സിലായി? ജോലി വാങ്ങിക്കൊടുത്തവനെ മറക്കും, കടം കൊടുത്തവനെ മറക്കും. പക്ഷേ ഈ ജീവിതത്തിൽ വെച്ച് ഈ സത്യത്തിന്റെ വെളിച്ചം നൽകിയവനെ ഒരിക്കലും മറക്കൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, ദഅവത്ത് ഇത് നിങ്ങൾ നിർവഹിക്കണം. അതിന് നിങ്ങളുടേതായ പങ്ക് നിങ്ങൾ നിർവഹിക്കണം. ഈ ഒരു പരിവർത്തനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇസ്ലാഹി സെന്ററുകളുടെ പ്രവർത്തകന്മാർ ചെയ്തത് വളരെ ധന്യമായ പ്രവർത്തനം. അതിലൊരു പങ്ക് നിങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഈ ഒരു സജീവമായ ക്ലാസ് സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ ഞാനുമുണ്ടെന്ന് പറയാൻ കഴിയുന്നവന് ഒരു പ്രതിഫലത്തിൻ്റെ അംശമില്ലേ? അതുകൊണ്ട് ഇതിൽ നിങ്ങൾ പങ്കാളികളാവുക എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങൾ, ഇനിയും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പൂർണ്ണമായ പ്രതിഫലം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി നമ്മെ അർപ്പിക്കുവാൻ പരമകാരുണികനായ നാഥ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ശുഭകരമായ പര്യവസാനം നീ ഉണ്ടാക്കി തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഭാര്യമാരിൽ സന്താനങ്ങളിൽ നിന്നും കൺകുളിർമ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഈ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നല്ലതായ പരിണിതി നീ പ്രദാനം ചെയ്യണമേ നാഥ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ